ആ ചെയ്യുന്നതെല്ലാം ഏകനായ അല്ലാഹുവിന്റെ തൃപ്തിക്കും അതിനേക്കാൾ ഉപരി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താൽപര്യത്തിനും അനുസരിച്ച് വേണം ഒരു വിശ്വാസി ചെയ്യാനെന്ന് ലോകത്തോട് പറഞ്ഞു തരുവാനും ആ പറഞ്ഞു തരുന്നതിന്റെ നന്മകളെ ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് അരിപ്പിടിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെയും പ്രബോധകന്മാരെയും ആരിഫീങ്ങളെയും ഔലിയാക്കളെയും ഈ ലോകത്തേക്ക് അയച്ചുവിട്ടതെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാനപരമായ കാര്യമേതെന്നറിയോ? അവന്റെ ഈമാനിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമേതെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഘട്ടങ്ങളെ ഇങ്ങനെ വേർതിരിച്ചു പറഞ്ഞപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞ ഒരു അടയാളമുണ്ട്. അയ്യകൂനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ്. ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പൂർണ്ണ രൂപത്തെ കുറിച്ച് പറഞ്ഞപ്പോ അയ്യകൂനല്ലാഹു വ റസൂലാ, അല്ലാഹുവും അവന്റെ ഹബീബും ഒരു മുഅ്മിനിന് ആയിത്തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അത് രണ്ടല്ലാത്ത ലോകത്ത് ഏതൊക്കെയുണ്ടോ, അല്ലാഹുവും അവന്റെ റസൂലുമല്ലാത്ത ലോകത്ത് ഏതൊക്കെയുണ്ടോ അതിനേക്കാളേറെ അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക എന്നതാണ് ഈമാനിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പരിപ്രേക്ഷ്യമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ലോകത്ത് നമുക്ക് വലുതായി രണ്ടേ കാര്യമേ ഉള്ളൂ. ഒന്ന് അല്ലാഹുവാണ്, ഒന്ന് യജമാനനായ സൃഷ്ടാവാണ്. രണ്ടാം സൃഷ്ടാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്കൃഷ്ടനായ ഈ കാല് ചവിട്ടിയിട്ട് ഭൂലോകത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചു പോയ മനുഷ്യകുലങ്ങളിൽ ഏറ്റവും പോരിശേറിയ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവും അവന്റെ ഹബീബും ഏറ്റവും ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക. മടിത്തട്ടിലിരുട്ടി താരാട്ട് പാടി പാതിരാ സമയത്ത് കാതില് കിന്നരം പറഞ്ഞ് കിടന്നുറക്കിയ നമുക്കൊരു പനി വന്നാല് നമ്മളെ മടിത്തട്ടിലിരുത്തിയിട്ട് കണ്ണീര് പൊടിച്ച നമ്മുടെ സങ്കടങ്ങൾ കണ്ടു വാവിട്ട് കരഞ്ഞ പാതിരാ സമയത്തും മടിത്തട്ടിലിരുത്തിയിട്ട് താരാട്ട് പാടി ഉറക്കിയ എന്റെ ഉമ്മയെക്കാളേറെ രാപ്പകലുകളെ കട്ടപ്പെട്ട് നടുകുനിഞ്ഞ് ചുമടുകൾ ചുമന്ന് വൈകുന്നേരം എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നതെന്ന് ഈ കാണുന്ന എന്റെ മാംസത്തിനും എന്റെ ആരോഗ്യത്തിനും ഉതകുന്ന ഭക്ഷണം എനിക്ക് തന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയെക്കാളേറെ പാതിരാ സമയത്ത് കിടപ്പറയിൽ ചേർന്ന് കിടന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിലും എന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ പറ്റിച്ചേർന്ന് കിടന്ന എന്റെ ഭാര്യയെക്കാളേറെ പാതിരാത്രി ഏറെ താമസിച്ച് വീട്ടിലോട്ട് കടന്നു പോയാലും കിടന്നുറങ്ങുന്ന ബെഡിലെ കമ്പിളിപ്പതപ്പ് മാറ്റിയിട്ട് മയങ്ങി തൂങ്ങി ഉറക്കുന്ന മുമ്പത്ത് മയങ്ങി തൂങ്ങി കിടക്കുന്ന പൊന്മുഖത്തിലേക്ക് ചുണ്ടുകൾ വെച്ച് ചുംബനം കൊടുത്തു ഏത് സമയത്തും തോളത്ത് കൈയിട്ട് വട്ടം ചുറ്റി എന്നോട് കിന്നരം പറയുന്ന എന്റെ പൊന്നുമക്കളെക്കാളേറെ ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദ്യമായി കൂട്ടിവെച്ചിരിക്കുന്ന എന്റെ സമ്പത്തിനെക്കാളേറെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാതിരാത്രിയിൽ എന്റെ സമയം ഞാൻ മാറ്റിവെക്കുന്ന എന്റെ സുഖദുഃഖങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെക്കാളേറെ ഈ ലോകത്ത് ഞാൻ എന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത ഏതൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ ഏറെ എല്ലാത്തിനും അപ്പുറം അയ്യകൂനല്ലാഹു വ
വറസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ രണ്ട് കോണുകളിൽ ആ ഹൃദയത്തിൽ മുഴുവനും എന്റെ അല്ലാഹുവാണ്. എന്റെ ഹൃദയത്തിൽ എന്റെ അല്ലാഹുവിന്റെ ഹബീബാണ്. അതിനപ്പുറത്തേക്ക് എന്റെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളോ, എന്റെ ജീവിതത്തിന്റെ വ്യവച്ഛേദങ്ങളോ, എന്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചതൊന്നുമോ അതിനേക്കാൾ മറികടക്കാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കില്ലെന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമാകുന്നതെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏറ്റവും വലുത് അല്ലാഹുവാണ്. അല്ലാഹുവിനേക്കാൾ കൂടുതലൊരു സ്ഥാനം എന്റെ ഹൃദയത്തിൽ മറ്റൊന്നുമില്ല. എന്റെ അനുരാഗം, എന്റെ പ്രണയം, എന്റെ സമർപ്പണം, എന്റെ ജീവിതം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ റബ്ബിനോടാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈ വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അശദ്ദു ഹുബ്ബ, ഏറ്റവും ശക്തിയായ സ്നേഹം അല്ലാഹുവിനോടാണ്, അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്കാണ്. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സദാ സമയവും ഉണ്ടായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മുഅ്മിനേ മുഅ്മിനത്തെ, അതുകൊണ്ടാണല്ലോ ഒരു ദിവസം 5 നേരം പള്ളിയിൽ ബാങ്ക് മുഴങ്ങുമ്പോ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അഷ്ടാംഗ പ്രണാമം ചെയ്യാൻ അംഗശുദ്ധി വരുത്തിയിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ആദ്യം പടച്ചവനെ അല്ലാഹു അക്ബർ, നീയാണ് വലുത്. അല്ലാഹുവേ, നിന്നേക്കാൾ മുകളിൽ എനിക്ക് വേറെ ആരുമില്ല. നീയാണ് ആദി, നീയാണ് അനാദി. അല്ലാഹുവേ, അല്ലാഹുവേ, അന്തൽ അവ്വലു വഅന്തൽ ആഖിറു വഅന്തൽ ലാഹിറു വഅന്തൽ ബാതിനു വഅന്ത അലാ കുല്ലി ഷൈഇൻ ഖദീർ. അരക്കിട്ടുറപ്പിക്കണം ഈ അസുരകാലത്ത്. നമ്മുടെ ഹൃദയത്തിൽ നാം ആവർത്തിച്ചു തുന്നിച്ചേർക്കണം. ഈ കിരാതന്മാരുടെ കാലത്ത് നിരപരാധികളുടെ ശവശരീരത്തിന് മുകളിലൂടെ ബുൾഡോസറുകൾ ഉയരുന്ന കാലത്ത്, നിരപരാധികളുടെ ഇടനെഞ്ച് തകർത്തിട്ട് വെടിയുണ്ടകൾ തുളച്ചു പായുന്ന ഈ ആധുനികതയുടെ കാലത്ത്, മുസ്ലിമായതിന്റെ പേര് ശ്വാസം നിലച്ചു പോകുന്ന കാലത്ത്, മുസ്ലിമായതിന്റെ പേരിൽ കൈവെട്ടപ്പെടുന്ന കാലത്ത്, മുസ്ലിമായതിന്റെ പേര് കാല് മുറിക്കപ്പെടുന്ന കാലത്ത്, മുസ്ലിമായതിന്റെ പേര് തുടച്ചു മാറ്റപ്പെടുന്ന കാലത്ത് അരക്കിട്ടുറപ്പിക്കണം റബ്ബേ. അല്ലാഹു അക്ബർ, നിന്നേക്കാൾ വലുതെനിക്ക് വേറൊന്നില്ല റബ്ബേ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല. നീ എന്റെ സംരക്ഷകനാണോ, എനിക്ക് പിന്നെ ഒരാളെയും പേടിയില്ല. നീ എന്റെ കാവലാണോ, എനിക്കൊരാളെയും പേടിയില്ല. ഞാൻ നിന്റെ തണലിലാണോ, എനിക്ക് പിന്നെ ഒരാളെയും പേടിയില്ല. നീ മതി റബ്ബേ. നീ അല്ലാതെ ഒരു സംരക്ഷകൻ എനിക്ക് വേണ്ട. നീ അല്ലാതെ ഒരു രക്ഷകൻ എനിക്ക് വേണ്ട. നീ മതി അല്ലാഹുവേ. നീ എല്ലാത്തിനും മതിയായവനാണല്ലോ പടച്ച റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, നിനക്ക് കഴിയാത്തതെന്താണുള്ളത്? ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓർത്തിട്ടുണ്ടോ ഇത് പറയുമ്പോ ഈ വാക്കിന്റെ അർത്ഥമേതെന്ന്? നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബേ. സചേതനമല്ലാത്ത കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചൊരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ചവന് നീയാണ് അല്ലാഹുവേ. പരന്നു കിടക്കുന്ന ശൂന്യാകാശത്ത് നിന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണ തളികയെ ഇറക്കിയവൻ നീയാണ് റബ്ബേ. അല്ലാഹുവേ, ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ്, എനിക്ക് നീ മതി. അല്ലാഹുവേ, എനിക്ക് നീ മതി. അല്ലാഹു അക്ബർ. 5 നേരം പടച്ച റബ്ബ് പറയാണ് ഹസ്ബിയല്ലാഹ്, എനിക്ക് നീ മതി റബ്ബേ. ബദരീങ്ങൾക്ക് നീ മതിയായിരുന്നുവല്ലോ, ഖന്തക്കില് നീ മതിയായിരുന്നല്ലോ, ബദറില് നീ മതിയായിരുന്നല്ലോ, ഉഹദില് നീ മതിയായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും നീ തന്നെ മതി റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നീയാണെന്ന്
അള്ളാഹുവിനോട് ആവർത്തിച്ച് ഹൃദയത്തിൽ പറയുന്നതാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവിടെ നിന്ന് ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇന്നി വജ്ജഹതു വജ്ഹിയ, ഈ സാധുവിന്റെ മുഖത്തെ ഞാൻ തിരിപ്പിക്കുകയാണ്. എവിടേക്കെന്നറിയോ? പടിഞ്ഞാറോട്ട് മാത്രമല്ല, ഫതറസ്സമാവാതി വൽ അർള, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പോകുന്ന ഈ സകല ലോക സൃഷ്ടാവായ നിന്റെ മുമ്പിലേക്ക് ഞാൻ തിരിച്ചു നിൽക്കുകയാ. ഹനീഫൻ മുസ്ലിമാ, ഋജുമാനസനായ വിശ്വാസിയായി. ഹനീഫ ഋജുമാനസനാണ്, എന്റെ ഹൃദയം ഒരിടത്തോട്ടും തെറ്റിയിട്ടില്ല റബ്ബേ. ഹനീഫൻ എന്ന് പറഞ്ഞാൽ മലയാള പദത്തിന്റെ അർത്ഥം ഋജുമാനസനാണ്. അവന്റെ ഹൃദയം നേർരേഖയിലാണ്, ഒരിടത്തേക്കും ഞാൻ തെറ്റിച്ചിട്ടില്ല റബ്ബേ. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അടക്കവും എന്റെ അനക്കവും എന്റെ ചേട്ടയും എന്റെ നിശ്ചേട്ടയും എന്റെ നിശ്വാസവും എന്റെ ഉച്ഛ്വാസവും എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും എന്റെ ചിന്തയും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോക സംരക്ഷകനായ നിനക്കാണ് റബ്ബേ. ആവത്ത് അല്ലാഹുവിനെ പറഞ്ഞതിന് ശേഷം വിശദീകരിക്കുന്നില്ല. ആദ്യത്തെ റക്അത്തിൽ റുകൂയിലേക്ക് പോകുന്നു. അതാ മുതുകു വളച്ചു നിന്ന് നിസ്സാരതയുടെ ആദ്യത്തെ അടയാളം പടത്തിയിട്ട് സുബ്ഹാന റബ്ബിയൽ അലീം, പടച്ചവനെ മഹോന്നതനായ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാ. ഒരൽപ്പം കൂടി കഴിഞ്ഞാൽ വിധേയത്വത്തിന്റെ അങ്ങേയറ്റത്ത് തന്നെ അഹങ്കാരത്തിന്റെ നെറ്റി കൊണ്ടുപോയി ആ അഹങ്കാരത്തിന്റെ നെറ്റി കുനിച്ചു നിന്ന് റുകൂയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ സമയത്ത് ഇമാമ് പറയണം സമിഅല്ലാഹു ലിമൻ ഹമിദാ, പടച്ചവനെ സ്തുതിച്ചവന്റെ വാക്ക് അല്ലാഹു കേട്ടുവല്ലോ. അപ്പോഴും മഅമൂം അല്ലാഹുവിനെ പറയണം റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, നിനക്കാണ് സ്തുതി, നിനക്കാണ് സ്തുതി. വീണ്ടും ആ വിധേയത്വത്തിന്റെ അവസാനം കൊണ്ടുപോയി നെറ്റിമണ്ണിൽ വെച്ച് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, മഹോന്നതനായ റബ്ബേ എന്റെ നെറ്റി നിന്റെ മുമ്പിൽ കുനിച്ചു. ഞാനൊന്നുമല്ല, എന്റെ കയ്യിലൊന്നുമില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ സമ്പത്തും എന്റെ പണവും എന്റെ ആരോഗ്യവും നീ തന്നതല്ല. ഏത് സമയത്തും നശിച്ചു പോകുന്നതാണ്, നശിക്കാത്ത ഒന്നേ ഉള്ളൂ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, മഹോന്നതനായ റബ്ബേ നിന്നെ ഞാൻ സ്തുതിക്കുകയാണ് എന്ന് ജീവിതത്തിലുടനീളം നമ്മുടെ നാവിലും നമ്മുടെ ഹൃദയത്തിലും ഏകനായ അല്ലാഹു ആകണം. അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനേക്കാളും വലുത് അല്ലാഹു ആവണം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും വലുതാരാ? ഏറ്റവും വലുത് അല്ലാഹു ആകണം. ഏത് പട്ടാളത്തെക്കാളേറെയും ആരുടെ പട്ടാളത്തെക്കാളേറെയും ഇവിടുത്തെ 140 രാഷ്ട്രങ്ങൾ ഒന്നിച്ച് വിമാനവേദ പീരങ്കികളുടെ പട്ടാളവുമായി മുസ്ലിം ഉമ്മത്തിന്റെ നേരെ വന്നാലും നെഞ്ചൂക്കോടെ നമ്മൾ പറയണം റഅയ്തുല്ലാഹ അക്ബറ കുല്ല ശൈഇ മുഹാവലതൻ വഅക്തറുഹും ജുനൂദാ. അവരോടൊക്കെ നമുക്ക് പറയാൻ കഴിയണം, പടച്ചോനെ ഞാൻ മിസ്കീനാൻ, എന്റെ കയ്യിൽ തോക്കുമില്ല, വെടിയുണ്ടയില്ല, ഒന്നുമില്ല, കുനിഞ്ഞു നിന്നൊരു കരിങ്കല്ലെടുക്കാൻ പോലും പക്ഷെ എനിക്ക് കഴിയാതിരുന്നാലും റഅയ്തുല്ലാഹ അക്ബറ കുല്ല ശൈഇ, മുഴുവൻ വസ്തുക്കളെക്കാളും മുമ്പിൽ അല്ലാഹുവിനാണ് എനിക്ക് കൂട്ട്. പടച്ചോൻ എനിക്ക് കൂട്ടുണ്ട്, പിന്നെ ഞാൻ ആരെ പേടിക്കാനാണ്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, പടച്ചോൻ ചോദിക്കാണ് ഖുർആനിൽ, അടിമകളെ അല്ലാഹു പോരെ നിങ്ങൾക്ക്? പോരെ? എന്നിട്ട് മനുഷ്യന്മാരോടൊപ്പ അല്ലാഹു പോരെ നിങ്ങൾക്ക്? പോരാ.
എനിക്ക് വലുത് റബ്ബ. ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കർസേവ വന്നിരുന്നു ബാബരി മസ്ജിദ് പൊളിക്കാൻ. അന്ന് ബാബരി മസ്ജിദ് പൊളിക്കൂ എന്ന് പറഞ്ഞപ്പോ എല്ലാ മുസ്ലിങ്ങളും കൂടി പള്ളിക്കകത്തോട്ട് ഓടി വന്ന് കയറി. അവര് ദിക്റും ദുആയുമായി, പടച്ചോനെ ഞങ്ങളെ കാക്കാൻ നീ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ പള്ളി നീ കാത്തോളണേ അല്ലാ. മുഴുവൻ മുസ്ലിമീങ്ങളും പള്ളിക്കുള്ളിൽ പടച്ചോനെ ഏൽപ്പിച്ചു. ആ കർസേവ മുടങ്ങിപ്പോയി. രണ്ടാമത്തെ കർസേവ വന്നു ബാബരി മസ്ജിദ് പൊളിക്കാൻ. അപ്പോ പഴയതുപോലെ വീണ്ടും പള്ളി കയറി ദുആ ചെയ്യാൻ പോയപ്പോ നരസിംഹറാവു പറഞ്ഞു, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാൻ. നമ്മൾ അവിടെ തവക്കലേൽപ്പിച്ചിട്ട് പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പള്ളി പൊളിയുകയും ചെയ്തു. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാൻ. നമ്മൾ അവിടെ ഏൽപ്പിച്ചു, നമ്മൾ വരെ പള്ളിയിൽ നിന്ന് വെളിയിറങ്ങി. അല്ലാണ്ട് വേണ്ട പള്ളിയിൽ പൊളി. ലോകത്തേത് മനുഷ്യനും പറഞ്ഞ വാക്ക് പാലിക്കൂല, തെറ്റിച്ചു കളയും. പക്ഷേ പറഞ്ഞ വാക്ക് തെറ്റിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ. അതാണ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. നിങ്ങളുടെ സിട്ടാവായ യജമാനന് ഏത് സമയത്ത് നിങ്ങൾക്ക് ഏത് വാഗ്ദാനം ചെയ്തോ, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. നിങ്ങളുടെ സിട്ടാവ് അല്ലാഹു വാഗ്ദാനത്തെ ലംഘിക്കുന്നവനല്ല. ഏത് UDF ആണെങ്കിലും ഏത് LDF ആണെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനവും പാലിക്കാൻ പറ്റില്ല. ചിലതൊക്കെ ലംഘിച്ചേക്കാം. പക്ഷേ പടച്ചു നിങ്ങളുടെ യജമാനനായ റബ്ബ് ഒരു വാക്കും നിങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനം അല്ലാഹു ലംഘിക്കുകയില്ല. അങ്ങനല്ലേ? സംശയണ്ട? പടച്ചവൻ പറഞ്ഞു, ദുനിയാവിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് അമൽ ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. ഒറ്റ വാക്ക്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. എന്താ സ്വർഗത്തിൽ? സ്വർഗത്തിൽ കിട്ടണ എല്ലാം പറയാൻ പറ്റൂല, കാരണം ട്രോളോട് ട്രോളാണ്. ഉസ്താദന്മാര് സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ച് പറയും, വെള്ളിയാഴ്ചകളിൽ പറയും, വയലുകളിൽ പറയും. പക്ഷെ ഭൗതികവാദികൾക്കും നിരർത്ഥകവാദികൾക്കും പദാർത്ഥവാദികൾക്കും സന്ദേഹവാദികൾക്കും നിരീശ്വരവാദികൾക്കും നിഷ്കർമ്മകാമികൾക്കും, നിഷ്കാമകർമ്മികൾക്കല്ല നിഷ്കർമ്മകാമികൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. നിഷ്കാമകർമ്മി വേറെ, നിഷ്കർമ്മകാമി വേറെ. നിഷ്കാമകർമ്മി എന്ന് പറഞ്ഞാൽ കാമമില്ലാതെ കർമ്മം ചെയ്യുന്നവൻ. നിഷ്കർമ്മകാമി എന്ന് പറഞ്ഞാൽ കർമ്മമില്ല കാമം മാത്രം ഉള്ളവൻ. അപ്പൊ നിഷ്കാമകർമ്മികൾക്കല്ല നിഷ്കർമ്മകാമികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് തരാം. ദുനിയാവില് കട്ടപ്പെട്ട് നിസ്കരിച്ചോ, സുബഹിക്ക് ജമാഅത്തിന് വന്നോ, നിങ്ങൾ ദിക്റുകൾ ചൊല്ലിക്കോ, സലാത്തിനെ നിങ്ങൾ വർദ്ധിപ്പിച്ചോ, നിങ്ങൾ സമയം മുഴുവനും അല്ലാഹുവിനും അവന്റെ ഹബീബിനെ വിട്ടപ്പെട്ട രീതിയിൽ ജീവിച്ചോ. എന്നാൽ നിരനിരയായി കുലച്ചു നിൽക്കുന്ന വാഴകളും സുന്ദരമായ ഈത്തപ്പഴങ്ങളും എന്ന് വേണ്ട, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും ഒരു കണ്ണും ഇതേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയം ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, ഇനി ഒരു കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, ഇതിനു മുമ്പും ഒരു കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത സൗകര്യങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. നല്ല പറന്ന് നടക്കുന്ന കട്ടിലും പഴങ്ങളും ഒക്കെ നിനക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പടച്ചോ നമുക്ക് എന്ന വാഗ്ദാനം അല്ലേ? അങ്ങനെയല്ലേ? ഉറക്കം പോലും വേണ്ട, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഉറക്കമില്ല. ഈ അടുത്തൊരു യുക്തിവാദിയുടെ പ്രസംഗം കേട്ടു, ഉറക്കമില്ലെങ്കിൽ പിന്നെ എന്ത് സുഖം ഉണ്ടാകുക? അങ്ങനെ ഒരു സുഖം ഉണ്ടതിന്, അതാ സുഖം അറിയാഞ്ഞിട്ടാണ്. ഈ നമ്മൾ ഉറങ്ങേണ്ടത് എപ്പോഴാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴാ ഉറക്കം വരണം? എപ്പോഴാ ഉറക്കം വന്നപ്പോഴാണ്? രാത്രിയിൽ. എന്താ രാത്രി ഉറക്കം വരാ, പകല് വരാത്ത എന്താ?
രാത്രിയായാൽ മാത്രം ഉറക്കം വരുമോ? ഈ പകലുറങ്ങാത്തവർക്ക് രാത്രിയാകുമ്പോൾ ഉറക്കം വരും. രാത്രി ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണ്? പകൽ അധ്വാനിക്കുന്നത് കൊണ്ടാണ് രാത്രി ഉറക്കം വരിക. പകൽ അധ്വാനിക്കുന്നവൻ രാത്രി വിശ്രമിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അവൻ രോഗിയാവും. നിങ്ങൾക്ക് ഉറക്കത്തെ ഞാൻ വിശ്രമമാക്കി തന്നിരിക്കുകയാണ്, സുബാത്തൻ. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇരുന്ന് ഉറങ്ങിയാൽ അത് സുബാത്താവൂല. ഓർഡിനറി ബസ്സിൽ ഇരുന്നിട്ട് നമ്മൾ ചാടി ഇങ്ങനെ ഇരുന്ന നൗമാകും, പക്ഷെ സുബാത്താവൂല. ഉറക്കമാവും, പക്ഷെ സുബാത്താവൂല. ചാടിയും ചരിഞ്ഞും പോകും. പകല് നിങ്ങൾ അധ്വാനിക്കുന്നതുകൊണ്ട് രാത്രിയിൽ വിശ്രമിക്കണമെന്നാലേ രാവിലെ അധ്വാനിക്കാൻ കഴിയൂ. കഴിഞ്ഞ വേൾഡ് കപ്പ് 12 ദിവസം ഉറക്കമില്ലാതെ കണ്ട ആള് 13-ാം ദിവസം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഉറങ്ങാഞ്ഞിട്ട് മരിച്ചുപോയി. 12 ദിവസമൊക്കെ ഉറങ്ങാതിരുന്ന ഒരാൾ മരിച്ചു. കഴിഞ്ഞ വേൾഡ് കപ്പിന് അങ്ങനെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഉറക്കം എന്തിനാണ്? രാവിലെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അധ്വാനിക്കണം. അധ്വാനം കഴിഞ്ഞ് സന്ധ്യക്ക് വന്നാൽ രാത്രിയിൽ ഉറങ്ങി വിശ്രമിക്കണം. ഇല്ലെങ്കിൽ രാവിലെ അധ്വാനിക്കാൻ കഴിയില്ല. അധ്വാനിച്ചാലല്ലേ ക്ഷീണമുള്ളൂ, ക്ഷീണം വന്നാലല്ലേ ഉറക്കമുള്ളൂ. പക്ഷേ സ്വർഗത്തിൽ അധ്വാനമില്ല, അതുകൊണ്ട് തന്നെ ഉറക്കവുമില്ലല്ലോ. സ്വർഗത്തിൽ അധ്വാനമില്ല. കിളയ്ക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. മഹാനായ തഴവ ഉസ്താദ് അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. മഹാനവറുകൾ പറയാണ്, സ്വർഗത്തിൽ കിളയ്ക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കുളിച്ച് നടക്കാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് റബ്ബേ. ആ സ്വർഗത്തിന്റെ പഴം തിന്നാൻ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും ഒന്നിച്ച് സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് നിന്റെ ഹബീബ് പറയുന്നത് കേട്ട് ഞങ്ങളുടെ ഉപ്പയോടൊത്ത് ഉമ്മയോടൊത്ത് കുടുംബത്തോടൊത്ത് ആ സ്വർഗത്തിൽ ഇരുന്ന് സുഖിക്കാൻ കൊതിയുണ്ട് റബ്ബേ. പക്ഷേ കയ്യിലൊന്നുമില്ല. കയ്യിൽ വല്ലതും ഉണ്ടോ? मेरी आखा गरीबों की वाली क्या करूं मेरे जोली है खाली. मेरी आखा गरीबों की वाली क्या करूं मेरे जोली है खाली. പിന്നെ ആകെയുള്ളത് അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഒരു അടിമയെ പോലെ യാചിക്കാനാണ്. അതുകൊണ്ട് അതിലേക്കു നീയൊരു പാസ് താമന്നാനേ, അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അല്ലാഹു നമുക്ക് ആ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമുക്ക് ആ സ്വർഗം നൽകട്ടെ. ഇപ്പൊ പടച്ചവൻ വാഗ്ദാനം പറഞ്ഞാൽ അവൻ ലംഘിക്കില്ല. അവൻ മനുഷ്യരെ പോലെയല്ല. പടപ്പും പടച്ചോനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ബിബറകത്തി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചോനും പടപ്പും തമ്മിലൊരു വ്യത്യാസം എന്താണെന്നറിയോ? പടച്ചോനോട് എത്ര കൂടുതൽ ചോദിക്കുന്നു അത് പടച്ചോന് ഇഷ്ടമാണ്. ഏറ്റവും അവസാനം റബ്ബ് തരും. ആദ്യം ചോദിച്ചാൽ തരൂല, രണ്ടാമത് ചോദിച്ചാലും തരൂല, മൂന്നാമത് ചോദിച്ചാലും തരൂല. പക്ഷേ പടപ്പുകൾ അങ്ങനെയാണോ? മനുഷ്യന്മാരങ്ങനെയാണോ? ഇപ്പൊ ഞാൻ കബീർ സാഹിബിനോട് ഒരു തൃശ്ശൂർ വഴി വരികയാണ്. വന്ന വഴിക്ക് വണ്ടി കേടായി. അപ്പോ തൃശ്ശൂരെത്തിയപ്പോ സ്വരാജ് റൗണ്ടില് ആകെ പരിചയമുള്ള ഒരാള് അവിടെ നിന്നിട്ട് വിളിക്കാൻ പറ്റിയ ഒരാള് കബീർക്കാണ്. സ്വരാജ് റൗണ്ടിൽ വരുമ്പോഴേ അപ്പേ കബീർക്കായി വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, ഒരു 5000 റുപ്യാണ് എന്റെ പൈസ ഇല്ല. അദ്ദേഹം ഉടനെ തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച ഓടിപ്പാഞ്ഞ് വണ്ടി എടുത്ത് അവിടെ വന്ന് വണ്ടിയിൽ 5000 റുപ്യ തന്ന് വണ്ടിയൊക്കെ റെഡിയാക്കി. ഇപ്പൊ ഉസ്താദ് എന്റെ വണ്ടിയിൽ പൊക്കോന്നും പറഞ്ഞ് വണ്ടി വന്നോളൂ.
3 മാസം കഴിഞ്ഞു. വീണ്ടും സ്വരാജ് റൗണ്ടിൽ എത്തിയപ്പം വണ്ടി കടായി. ഞാൻ രണ്ടാമത് കബീർക്കായെ വിളിച്ചാല് കബീർക്കാടെ ഭാര്യയൊക്കെ എന്തേ വാക്കവിയുടെ വണ്ടി രണ്ടാമതും കേടായി. ആദ്യത്തെ ഒരു ഉഷാറുണ്ടാവില്ല. പിന്നെ ഒരു 5000 റുപ്യ എങ്ങനെയൊക്കെ എടുത്തോണ്ട് വന്നത് നന്നാക്കി. അപ്പൊ ഉസ്താദെ വണ്ടി നന്നാക്കിയിട്ട് നിങ്ങൾ പോയിക്കോളി, ഞാൻ പോകണട്ടാ. രണ്ടാമത് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിങ്ങിന് പോകണം. മൂന്നാമതും സ്വരാജ് റൗണ്ടിൽ വെച്ച് വണ്ടി കേടായാൽ വീണ്ടും ഞാൻ കബീർ സാഹിബിനെ വിളിച്ചു. എന്റെ നമ്പർ കാണുമ്പോഴേ അദ്ദേഹം പറയും മൂന്നാമതും കേടായെന്ന തോന്നാൻ. ഇനി അഥവാ എടുത്താലും അദ്ദേഹം അങ്ങനെ പറയൂന്നല്ലാട്ടെ, ഉദാഹരണം ഫോർ എക്സാമ്പിൾ, അഥവാ എടുത്താലും പറയും ഉസ്താദെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലല്ലോ, ഈ മാസം കച്ചവടം തീരെ പോരാ, കാശ് അങ്ങനെ റെഡി ആയിട്ട് എടുക്കാനില്ല. മൂന്നാമത് നമ്മളോട് ചോദിച്ചാൽ ഇപ്പൊ തിരിച്ചു കബീർക്ക് എന്നെ നാട്ടിൽ വന്നു. ആദ്യം 2ാം പ്രാവശ്യം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വിടും. മൂന്നാമത് പിന്നെ ഈ മുപ്പിലാനുവിനെ ടാക്സി വിളിച്ചോണ്ട് വന്നൂടെ എന്ന് ഞാനും പറയും. അപ്പോ ഒരു മനുഷ്യനോട് ആദ്യം ചോദിച്ചാൽ തരും, രണ്ടാമത് ചോദിച്ചാൽ ചെറിയ അനിഷ്ടത്തോടെ തരും, മൂന്നാമത്തെ പ്രാവശ്യം വൈമനസ്യത്തോടെ തരും, 4ാമത്തെ പ്രാവശ്യം വ്യസനത്തോടെ തിരിച്ചു നടക്കും. പക്ഷെ പടച്ചോൻ അങ്ങനെയല്ല. ആദ്യം ചോദിച്ചാൽ തരൂല. പടച്ചോനോട് രണ്ടാമത് ചോദിച്ചാലും തരൂല, മൂന്നാമത് ചോദിച്ചാലും തരില്ല. എന്റെ അടിമ എന്റെ അടുക്കൽ എത്ര ചോദിക്കൂന്ന് ഞാനൊന്ന് നോക്കട്ടെ, അവൻ എന്നിൽ എത്ര ഈമാൻ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടിയില്ല എന്നും പറഞ്ഞ് എന്നാ പിന്നെ എനിക്കിന് വേണ്ട, ഞാൻ പള്ളിയിലും കയറുന്നില്ല എന്നും പറഞ്ഞ് ഇവൻ തിരിച്ചു പോവോ ഇല്ലയോ? പടച്ചവൻ നമ്മുടെ ഈമാനിനെ വല്ലാതെ പരീക്ഷിക്കും. നമ്മൾ പറയും പടച്ചവനെ ഞാൻ ചോദിച്ചിട്ട് മാത്രം എനിക്ക് തരണില്ലല്ലോ റബ്ബേ. എത്ര പേർക്ക് ആ സംശയമുണ്ട് ഇവിടെ ഇല്ലേ? എത്ര പേർക്ക് ആ സംശയം? നിങ്ങൾ എന്താ ഒരുമാതിരി ഫ്രീസർ വെച്ച ബ്ലോക്ക് ഓടി ഇരിക്കണ മാതിരി ഇരിക്കും. ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ്. പടച്ചോ എനിക്ക് മാത്രം തരാത്ത എന്താ ചോദിക്കാറില്ലേ? തോന്നാറില്ലേ? പടച്ചോൻ അങ്ങനെയാണ്. അവനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് പരിപൂർണമായി ഈമാൻ തരട്ടെ. അവൻ എത്രമാത്രം ചോദിക്കുന്നു അത്രത്തോളം പടച്ചവൻ ഇഷ്ടമാണ്. 1000 വട്ടം ചോദിച്ചാൽ അള്ളാഹുവിന് അത്രയും ഇഷ്ടം കൂടുതലാണ്. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. ആദ്യത്തെ ഇഷ്ടം 2ാമത്തെ പ്രാവശ്യത്തെ ചോദ്യത്തിനില്ല. അങ്ങനെയാണ് അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൗമി ലിൽ ഇത്ലാഖി. നമ്മളെല്ലാവരും മനുഷ്യരെ പോലെയല്ല റബ്ബ്. 1000 വട്ടം അവനോട് ചോദിക്കുന്നത് ഇഷ്ടമാണ്. അതല്ല എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് ഒറ്റയ്ക്ക് നീ പള്ളിയിൽ നിന്ന് കരഞ്ഞിട്ട് ചോദിച്ചാൽ അതും റബ്ബിന് ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും നീ തലയടിച്ച് മുടിയിൽ പിടിച്ചു വലിച്ചു റബ്ബിനോട് അല്ലാഹുവേ അല്ലാഹുവേ ഈ പാവപ്പെട്ടവന്റെ ദുആ കേൾക്കണേ അല്ലാ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ. കരയാൻ പറ്റിയില്ലെങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിച്ചേക്കണേ. നിന്റെ യജമാനൻ അത് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നീ ചോദിക്കണം. എത്ര പ്രാവശ്യം ചോദിക്കുന്നുവോ അല്ലാഹുവേ അല്ലാഹുവേ എന്റെ രോഗത്തെ കുറിച്ച് പറയാൻ, എന്റെ കടത്തെ കുറിച്ച് പറയാൻ, എന്റെ മക്കളെ കുറിച്ച് അവലാതി പറയാൻ, എന്റെ മനസ്സിന്റെ പ്രയാസത്തെ കുറിച്ച് പറയാൻ. പടച്ചവനെ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എനിക്കല്ലാതെ, എനിക്കും നിനക്കുമല്ലാതെ വേറൊരാൾക്കറിയില്ല റബ്ബേ. എന്റെ ഭാര്യയോട് പോലും ഞാനത് പറയാതെ മറച്ചു വെച്ചിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് എന്റെ ദുആ നീ സ്വീകരിക്കാതെ എന്റെ ഈ മുമ്പിൽ നിന്ന് ഞാൻ പോവില്ല അല്ലാ. നീ എനിക്ക് ഉത്തരം തരാതെ എന്റെ സങ്കടം മാറ്റിത്തരാതെ അല്ലാഹുവേ ഇവിടെ നിന്ന് ഞാൻ പോവില്ല റബ്ബേ.
റബ്ബേ എന്ന് പറഞ്ഞ് നീ കരഞ്ഞോളണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഈ സമകാലീന വിഷയവുമായി ബന്ധിപ്പിച്ചെന്ന് മാത്രം. അല്ലാഹു നമുക്ക് പരിപൂർണമായ ഈമാൻ നൽകുമാറാകട്ടെ. റബ്ബിനോട് കരഞ്ഞു പറയണം. ഞാൻ എത്ര നാളുകൊണ്ട് ചോദിക്കുക, ഒരു മറുപടിയില്ല റബ്ബിന്റെ അടുക്കൽ നിന്ന്. എന്നാ പിന്നെ എനിക്കിനി റബ്ബ് വേണ്ട, ഇനി ഞാൻ യുക്തിവാദികളുടെ കൂടെ. അതാണല്ലോ പ്രശ്നം. അങ്ങനെയല്ല, നമ്മൾ ചോദിച്ച ഉടനെ ദുആക്ക് ഉത്തരം കിട്ടൂ. മനുഷ്യന്മാരെ കിട്ടുമോ? ഇല്ല. ഉസ്താദി നമ്മൾ ചോദിച്ച ഉടനെ കിട്ടുമോ? ഇല്ല. കാരണം നമ്മളാരാ? നമ്മളൊക്കെ നിസ്സാരക്കാരല്ലേ? അല്ലാഹുവിനെ നേരിട്ട് കാണുകയും തൂരിസീനാ പർവ്വതത്തിൽ ചെന്ന് ഏകനായ റബ്ബിനെ നേരിട്ട് കാണുകയും അല്ലാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തുകയും ചെയ്ത ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചാമത്തെ പ്രവാചകനാണ് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഫറോവയുടെ അതിക്രമങ്ങൾ ശക്തി പ്രാപിക്കുകയും അവിടുത്തെ സ്ത്രീകളെ മാനഭംഗം ചെയ്യുകയും നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്തപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയാ. അല്ലാഹുവേ കലീമുല്ലാഹി മൂസാ നബി ദുആ ചെയ്യുകയാണ്. റബ്ബേ, ഈ ഏകാധിപതിയായ ഫറോവയ്ക്ക് നീ അധികാരവും സമ്പത്തും കൊടുത്തല്ലോ റബ്ബേ. അവർ ഈ മുസ്ലിം സമൂഹത്തെ കശാപ്പ് ചെയ്യുന്നല്ലോ റബ്ബേ. റബ്ബന തുമിസ് അലാ അംവാലിഹിം, അവരുടെ ഫറോവയുടെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കണേ റബ്ബേ. വഷ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ ഭിന്നമാക്കണേ റബ്ബേ. ഫിർഔനെ നശിപ്പിക്കണേ അല്ലാഹ് എന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയാതെ ദുആ ചെയ്തപ്പോ ഉടനെ തന്നെ പടച്ച റബ്ബിന് മറുപടി പറഞ്ഞു മൂസാ. സൂറത്ത് യൂനുസിൽ കാണാം. ഇത് ഖുർആനാണ്. ഖാലഖദ് ഉജീബത് ദഅവതകുമാ. മൂസാ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങളുടെ ദുആയ്ക്ക് ഞാൻ ഇജാബത്ത് തന്നിരിക്കുന്നു. ദുആ ചെയ്തത് മൂസാ നബി, ആമീൻ പറഞ്ഞത് ഹാറൂൻ നബി. മഹല്ലിലെ ഖത്തീബും മഅ്മൂമും അല്ല, പള്ളിക്കലെ ഖത്തീബും പുറകെ വന്ന ചളിങ്ങാടുകാരുമല്ല. ദുആ ചെയ്തത് അല്ലാഹുവിനോട് നേരിട്ട് സംഭാഷണം നടത്തിയ ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചാമത്തെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആമീൻ പറഞ്ഞതോ ഹാറൂൻ നബി, അടുത്ത നബി. പടച്ചോനെ, ഫിർഔനെ നശിപ്പിക്കണേ റബ്ബേ. അല്ലാഹു പറഞ്ഞു ഖാലഖദ് ഉജീബത് ദഅവതകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ പിറ്റേ ദിവസം ഫിർഔൻ ചാവണ്ടേ? തഫ്സീർ നിങ്ങൾ നോക്കിക്കോളീൻ. നിങ്ങളുടെ ദുആ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ 40 വർഷം കഴിഞ്ഞിട്ടാണ് ഫിർഔൻ ചത്തത്. പിന്നെയും 40 വർഷം ഫിർഔൻ ഭരിച്ചു. ഇതേപോലെ പിന്നീടാണ് ചെങ്കടലിൽ മുങ്ങിച്ചത്തത്. പിന്നെ നമ്മൾ ഇന്ന് ദുആ ചെയ്തിട്ട് നാളെ രാവിലെ ഇതെല്ലാം കൂടെ ശരിയാവണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ? എല്ലാ മെമ്പറുകളിലും കുനൂത്തുകൾ. എന്നിട്ടെന്തേ ദുആ സ്വീകരിക്കാത്തത്? പടച്ചവൻ അങ്ങനെയല്ല. നമ്മളെ പരമാവധി നമ്മുടെ ഈമാനിനെ അവന് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവനോട് പരമാവധി കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കുക. ഏതെങ്കിലും ഒരു ദിവസം അവന്റെ തീരുമാനം നിനക്ക് അനുകൂലമാവാതിരിക്കുകയില്ല. അല്ലാഹു അവന്റെ തീരുമാനം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അല്ലാഹു പറയുന്നതിനെ പടച്ചവൻ എന്തു പറഞ്ഞു അതനുസരിച്ച് ജീവിക്കുക. അതനുസരിച്ച് ജീവിക്കുക. പടച്ചവൻ പറഞ്ഞതിൽ വിശ്വാസം ഉണ്ടാവുക. ആ വിശ്വാസം, അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് വിഷയം മാത്രം പറഞ്ഞ് നമുക്ക് 3 സ്വലാത്തോട് കൂടി പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവൻ പറഞ്ഞ സ്വർഗത്തിൽ ഇത് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസിയാണ് റബ്ബേ, ഞാൻ അതിനെ അംഗീകരിക്കും. എനിക്കത് മതി. സ്വർഗത്തിലാണോ? എനിക്കത് മതി. അതല്ല, അതൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിലുള്ള വിശ്വാസം പൂർണ്ണമാവില്ല.
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഇങ്ങനെയൊന്നും ആയാ പോരാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊന്നും ആയാ പോരല്ല. പ്രവാചക നമ്മൾ തെരുവിലിറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കും, പ്രതിഷേധ പ്രകടനം നടത്തും, എല്ലാവർക്കെതിരെയും നമ്മൾ പ്രസംഗിക്കും. വോട്ട് ചെയ്യണ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യും. നമ്മൾ ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരാണെന്നറിയോ? നമ്മൾ റാലിക്കും പ്രകടനത്തിനും ഒക്കെ നമ്മൾ ഭയങ്കര ജനക്കൂട്ടുവാൻ. നമ്മൾ പറയും ഫാസിസത്തെ തകർത്ത് കളയും, ഫാസിസത്തെ അങ്ങനെയാക്കി കളയും, നമ്മൾ മാങ്ങാണ്ടിയാക്കി കളയും എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പ്രജയുടെ ഏറ്റവും വലിയ ആയുധം ഏതാ? തോക്കും പടിവാളുക. ഒരു ജനാധിപത്യ മതേതരത്തിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പ്രജയുടെ, പൗരന്റെ ഏറ്റവും വലിയ ആയുധം ഏതാ? മനുഷ്യന്മാരെ ബാലറ്റ് പേപ്പർ അല്ലേ? ആ ബാലറ്റ് പേപ്പറിൽ നമ്മളിത് കാണിച്ചു കൊടുക്കണ്ട. എനിക്കിപ്പോ ആരെന്ത് വിചാരിച്ചാലും ലാ റൈബ ഫീ, അതിനകത്തൊരു പ്രശ്നമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ദാറുൽ ഉലൂം ദൈവം എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഇസ്ലാമിക കലാലയം നിലനിൽക്കുന്ന 60% മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മണ്ഡലത്തിലും ജയിച്ചത് BJP. എന്താ കാര്യം? മുസ്ലിങ്ങളും ബാക്കി എല്ലാ മതേതര പാർട്ടികൾ എല്ലാവരും കൂടി 9 സ്ഥാനാർത്ഥിയെ നിർത്തി. BJP 1 സ്ഥാനാർത്ഥിയെ നിർത്തി. മുസ്ലിമേതര വോട്ടുകൾ BJPക്ക് കിട്ടി, 60% വോട്ട്. സമുദായ പാർട്ടിയും രാഷ്ട്രീയ മതേതര പാർട്ടികൾ എല്ലാവരും അവര് BSPക്കൊന്ന്, LSPക്കൊന്ന്, LJDക്കൊന്ന്, RJDക്കൊന്ന്, ഇതല്ലേ 24 അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ തികയാത്ത രീതിയിലുള്ള ആളുകൾ. അങ്ങനെ സർവ്വ ആളുകൾ നിർത്തി വോട്ട് വിഭജിച്ചു. 60% ഭൂരിപക്ഷമുള്ള ഭാഗത്ത്, മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ഫാസിസത്തിന്റെ വോട്ട്. പിന്നെ നമ്മുടെ മുദ്രാവാക്യത്തിന് എന്താ ഉള്ളത്? ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രക്രിയയിൽ നമ്മുടെ ആയുധമായ ബാലറ്റ് പേപ്പർ വിവേകത്തോടെ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നമുക്ക് പറയാനേ ബാലറ്റിന്റെ സമയത്ത് ബാലറ്റ് പ്രയോജനപ്പെടുത്തണം. ഞാൻ എന്റെ നിങ്ങളോടൊന്നും എന്നെ പറഞ്ഞ് സംവദിച്ചു എന്ന് മാത്രം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രാഷ്ട്രീയമൊന്നും പറയാൻ പോണില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. രാഷ്ട്രീയം പറഞ്ഞു എന്നോർത്ത് കുഴപ്പമില്ല. ഉണ്ടാ ഒന്നുമില്ല. അല്ലാമ അബുൽ ഹസൻ അലി നദവിയുടെ അടുക്കൽ ഇന്ദിരാഗാന്ധി കാണാൻ പോയി. ഇന്ദിരാഗാന്ധി വരുന്നു എന്ന് കണ്ടപ്പോ എഴുന്നേറ്റ് മാലയിട്ട് സ്വീകരിച്ചൊന്നുമില്ല. നദവി സാഹിബ് അവിടെ തന്നെ ഇരുന്നു. മിസസ് ഇന്ദിരാഗാന്ധി പറഞ്ഞു, നിങ്ങൾ വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സന്യാസിയാണെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് എതിരെ നിൽക്കണ പഹയന്മാരെല്ലാം കൂടെ ഹലാക്കായി പോകാൻ ദുആ ചെയ്യാൻ പോയതാ. ഇന്ദിരാഗാന്ധി പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നദവി സാഹിബ് പറഞ്ഞ മറുപടി, എല്ലാ ദിവസവും രാവിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നീതിമാനായ ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ നീതിയോടെ ഞങ്ങളുടെ രാജ്യം ഭരിച്ചാൽ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ താനെ ഉൾപ്പെട്ടുകൊള്ളൂ. ഇതാണ് രാഷ്ട്രീയം. ഞാനിനി പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനയും ഖത്മുൽ ഖുർആനും വേണ്ട. നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയായാൽ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ താനെ പെട്ടുകൊള്ളും. നീതിമാനായ ഭരണാധികാരിക്ക് അർശിന്റെ തണല് കൊടുത്ത വാഗ്ദാനം ചെയ്ത ഇസ്ലാമാണ് നമ്മുടെ ഇസ്ലാം. അള്ളാഹു നമ്മൾക്ക് ആ തൗഫീക്ക് നൽകട്ടെ. നീതിമാനായ ഭരണാധികാരിക്ക് അർശിന്റെ തണല് കിട്ടുന്നത് കൊണ്ടാണ് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നീതിയുടെ പര്യായമായ ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞത്. എന്തേ ഉമറെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ 22 രാജ്യങ്ങളുടെ ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, എന്റെ രാജ്യത്തിന്റെ അങ്ങേ അറ്റമായ ഇറാഖിലെ ദിജ്ല നദിയുടെ തീരത്തുകൂടി ഒരാട്ടിൻകുട്ടി നടന്നു പോവുകയും ഒരു മണ്ണിടിച്ചിലുണ്ടായി നദിക്കരയിലൂടെ നടന്നു പോകുന്ന ആട്ടിൻകുട്ടി താഴെ വീണ് ചത്തുപോയാൽ എന്തേ ഉമറെ ലിമല സവ്വൈത തരീഖ്, എന്തുകൊണ്ട് നീ തടയണ കെട്ടിയിട്ട് ആ പാത സംവിധാനിച്ചില്ല നിന്നെ ആട്ടിൻകുട്ടിക്ക് വേണ്ടി എന്ന് ചോദിച്ചു. ദിജ്ല നദിയിലൂടെ നടന്നു പോകുമ്പോ മണ്ണിടിച്ചിലിൽ ഒരു ആട്ടിൻകുട്ടി ചത്തുപോയാൽ എന്റെ റബ്ബനോട് എന്തുകൊണ്ട് പുഴയുടെ ഭാഗം തടയണ കെട്ടി സംരക്ഷിച്ചില്ല എന്ന് ചോദിച്ചു എന്റെ റബ്ബനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞ ഭരണാധികാരി ഉണ്ടായത്. മനസ്സിലായ? എന്തുകൊണ്ട് നീ നദീതടം കെട്ടിയില്ല? ഇവിടെ കുഴിയിൽ വേണം എത്ര വരെ മരിക്കണം? ഇപ്പോഴും കാലാകാലങ്ങളായി നമ്മുടെ റോഡിലെ കുഴികളിൽ എത്ര വീണ് മരിക്കുന്നു?
പടച്ചോനെ പേടിയുള്ള ഒരു ഭരണാധികാരി വരുമ്പോ പ്രജകൾ ഏറ്റവും മനോഹരമാവും. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹു പറഞ്ഞതിൽ വിശ്വസിക്കലാണ്. അള്ളാഹു നമുക്ക് ആ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും യുവതികളോടും മുഅ്മിനേ മുഅ്മിനത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഏകനായ അള്ളാഹു നമുക്ക് ഏറ്റവും വലുതാകുന്നത് പടച്ചറബിനെ വിശ്വസിക്കുമ്പോഴാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനൊരു പാവപ്പെട്ട മനുഷ്യന് വല്ലാത്ത വികുലതയോടെ ഓടി വന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരേ, അള്ളാഹുവിന്റെ തിരുദൂതരേ, അള്ളാഹുവിന്റെ തിരുദൂതരേ, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ അങ്ങയുടെ സമയത്തൊരു രാവലാതി ബോധിപ്പിക്കാൻ വന്നതാണ് നബിയെ. എന്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, ഞാനൊരു പാവപ്പെട്ട കർഷകനാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വിശാലമായൊരു വലിയ ജന്മിയുടെ ഈത്തപ്പഴത്തോട്ടമുണ്ട്. ആ ഈത്തപ്പഴത്തോട്ടത്തിന്റെ എന്റെ വീടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നന്നായി കുലച്ചു നിൽക്കുന്ന ഒരു ഈത്തപ്പന മരം. ആ ഈത്തപ്പന മരത്തിന്റെ കുലകൾ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് നബിയെ. അതിൽ നിന്ന് പലപ്പോഴും ഈത്തപ്പഴങ്ങൾ ഉതിർന്നെന്ന മുറ്റത്തോട്ട് വീഴുമ്പോ പട്ടിണി കിടക്കുന്ന എന്റെ മക്കൾ, എന്റെ അധ്വാനം കൊണ്ട് എന്റെ മക്കൾക്ക് 3 നേരം ഊട്ടാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് പട്ടിണി കിടക്കുന്ന മക്കൾ ആ മുറ്റത്തേക്ക് വീഴുന്ന അടുത്ത് കിടക്കുന്നവന്റെ ഈത്തപ്പഴം പലപ്പോഴും കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്റെ മക്കളെ അത് കണ്ണ് ഞാൻ തടുത്തു നിർത്താറുണ്ട്. എനിക്ക് നരകത്തെ പേടിയുണ്ട്. യാ റസൂലല്ലാഹ്, ഇന്ന് ഉടമസ്ഥൻ ഈത്തപ്പഴത്തോട്ടം കൊയ്യാൻ വന്നപ്പോ അദ്ദേഹം അവിടെ നിന്ന് ഈത്തപ്പഴം വെട്ടി താഴെയിടുന്നതിനിടെ ആ കുലച്ചു നിൽക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്ന് ഒരു കുല എന്റെ മുറ്റത്തേക്ക് വീഴുകയും പട്ടിണി കാരണത്താൽ വയറുവശന്ന് നിന്ന് എന്റെ പൊന്നോമന മക്കൾ അവരുടെ മുറ്റത്തേക്ക് ചിതറിത്തെറിച്ച ഈത്തപ്പഴം കണ്ടപ്പോ വിശപ്പിന്റെ വിളി സഹിക്കാൻ കഴിയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ നബിയേ, ഓടി ചെന്നിട്ടവരാ ഈത്തപ്പഴമെടുത്തവര് വായിലേക്ക് വെച്ച് കഴിച്ചപ്പോ ഈത്തപ്പനത്തോട്ടത്തിന്റെ മുതലാളി ഓടി വന്നിട്ട് എന്റെ മക്കളുടെ കയ്യിൽ നിന്നത് ബലമായി പിടിച്ചു വാങ്ങിയെന്ന് മാത്രമല്ല, ആ മക്കള് വായിലേക്കിട്ട ഈത്തപ്പഴം അദ്ദേഹത്തിന്റെ വിരലുകൾ കൊണ്ട് എന്റെ മക്കളുടെ കവിളിലേക്ക് കുത്തിപ്പിടിച്ച് തൊണ്ടക്കുടിയിൽ കിടന്ന ആ ഈത്തപ്പഴം പോലും അയാൾ വലിച്ചെടുത്ത് വെളിയിലേക്ക് കളഞ്ഞു. വല്ലാത്ത കോപത്തോടെ എന്റെ കുഞ്ഞുങ്ങളുടെ കരുത്തിൽ പിടിച്ചു തള്ളിയപ്പോ ഓടി വന്ന ഞാൻ കണ്ടത് മണലിൽ കിടന്ന് പിടഞ്ഞു പൊട്ടിക്കറിയുന്ന എന്റെ പൊന്നോമന മക്കളെയാ. യാ റസൂലല്ലാഹ്, വിശപ്പിന്റെ കാഠിന്യം കാരണത്താൽ മുറ്റത്ത് വീണ ഈത്തപ്പഴം കഴിക്കാൻ പോയിട്ട് അത് പിടിച്ചു വാങ്ങിച്ചെന്ന് മാത്രമല്ല, എന്റെ പൊന്നുമക്കളുടെ കവിളത്ത് വിരലുകൾ കുത്തിപ്പിടിച്ച് തൊണ്ടക്കുടിയിലേക്ക് കുത്തിയിറക്കി എന്റെ പൊന്നുമക്കളെ മണലിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ ഞാനൊരു പിതാവല്ല നബിയേ, ഞാനൊരു ഉപ്പയല്ല നബിയേ, എനിക്കത് സഹിക്കാൻ സാധ്യമായില്ലെന്ന് പറഞ്ഞു അവിടെ നിന്ന് എന്റെ മക്കളുടെ കണ്ണീരിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ആ സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വന്ന ഒരേ ഒരു മുഖം അങ്ങയുടെ മുഖമാ. കാരുണ്യത്തിന്റെ കടല്, സ്നേഹത്തിന്റെ തിരുദൂതര്, അനാഥകളുടെ സംരക്ഷകനെ, അഗതികളുടെ ഏറ്റവും വലിയ അത്താണിയേ, ഫക്കീറോങ്കി മൽജാ ലൈഫോങ്കി മഅവാ, യതീമോങ്കി വാലി ഗുലാമോങ്കി മൗലാ, खताकार से दर गुजर करने वाला वो अपने बरायों में दमकाने वाला. അങ്ങല്ലാതെ എനിക്ക് പരാതിയും എന്റെ പരിഭവങ്ങളും എന്റെ പട്ടിണിയും എന്റെ പ്രയാസങ്ങളും എന്റെ ആവലാദികളും എന്റെ വേവലാദികളും സമക്ഷം പറയാൻ അങ്ങല്ലാതെ ഒരു മുഖം എന്റെ മുമ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ സങ്കടം സഹിക്കാൻ കഴിയാതെ അങ്ങയോട് ആവലാതി പറയാൻ ഞാൻ വന്നതാണ് യാ റസൂലല്ലാഹ്.
എന്നാ ദരിദ്രനായ മനുഷ്യൻ പറയവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അല്പനേരം നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ ഇയാളുടെ കൂടെ ഒന്ന് പോയി വരാം എന്ന് പറഞ്ഞയാളുടെ കൈ പിടിച്ച് നേരെ അയാളുടെ വീട്ടിലേക്ക് വരുമ്പോ കപട വിശ്വാസികളിൽപ്പെട്ട ആ തോട്ടക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, സഹോദരാ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? എന്തേ നബിയേ എന്ന് ചോദിക്കവേ അയാള് കപട വിശ്വാസികളിൽപ്പെട്ട ആളാണ്, വെളിയിൽ ഈമാൻ അഭിനയിക്കുന്ന ആളാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ചെറുപ്പയെ തോട്ടം മുതലാളി, ബീനി ഹാദിഹിൻ നഖ്ലാ വലകൻ നഖ്ലതു വബിഹൻ നഖ്ലതു ഫിൽ ജന്നാ. ഈ ഈത്തപ്പന മരം നീ എനിക്ക് നൽകണം, ഈ ഈത്തപ്പന മരം നീ എനിക്ക് വിൽക്കുമോ? എന്നാൽ എനിക്കിതിന് പകരം തരാൻ എന്റെ കയ്യിൽ പൈസയില്ല, ഇയാളെക്കാൾ വലിയ ദരിദ്രനാണ് ഞാൻ. വീട്ടിൽ ഒരു നേരം 3 മാസത്തിൽ ഒരിക്കൽ മാത്രം വീട്ടില് ഭക്ഷണം പുകയുന്ന അറേബ്യൻ ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച കുടിലിന്റെ ഗൃഹനാഥനാണ് ചോദിക്കുന്നത്, എന്റെ ഈത്തപ്പനത്തിന് വില തരാൻ മുഹമ്മദിന്റെ കയ്യിലൊന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ഈത്തപ്പന മരം നീ എനിക്ക് താ, എന്നാൽ ഇതിനു പകരം നിനക്ക് ഞാൻ സ്വർഗത്തിലെ ഇതിനേക്കാൾ പഴം കുലക്കുന്ന ഒരു ഈത്തപ്പന തരാ. അയാള് പറയാളോട് ഒരു വിജ്ഞനായ മനുഷ്യൻ കൊതിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ്, ഇവിടെയൊന്ന് കൊടുത്താൽ അതിന് പകരം സ്വർഗത്തിന്റെ പകുതിയോ സ്വർഗത്തിലൊരു ഈത്തപ്പന മരമോ. അയാള് പറഞ്ഞ മറുപടി, മുഹമ്മദ്, എനിക്ക് ഇവിടത്തെ ഈത്തപ്പന മരം മതി, എനിക്ക് സ്വർഗത്തിലെ ഈത്തപ്പന വേണ്ട, ഞാനിത് വിൽക്കുന്നില്ല, എനിക്ക് ഇവിടുത്തെ ഈത്തപ്പഴം മതി, നിന്റെ സ്വർഗത്തിലെ ഈത്തപ്പഴം എനിക്ക് വേണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കപട വിശ്വാസി ഹബീബായ നബി തങ്ങളോട് പരിഹസിച്ചപ്പോ അല്ലാഹു തരാമെന്ന് പറഞ്ഞു സ്വർഗവും ഈത്തപ്പഴവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പരിഹസിക്കവേ ആ പാവപ്പെട്ട മനുഷ്യന് വല്ലാത്ത സങ്കടത്തോടെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്റെ മക്കളുടെ പട്ടിണി സഹിച്ചിരുന്നെങ്കിൽ എന്റെ ഹബീബ് ഇയാളുടെ മുമ്പിൽ ഇത്രമേൽ അപമാനിക്കപ്പെടുമായിരുന്നുവോ? എന്റെ സങ്കടം തീർക്കാൻ എന്റെ ഹബീബ് മദീനത്തുൻ നബവിയിൽ നിന്ന് ഇറങ്ങി വന്നത് കൊണ്ടാണല്ലോ എന്റെ ഹബീബ് ഇത്രമേൽ പരിഹസിക്കപ്പെട്ടത് എന്ന് ചിന്തിച്ച ആ പാവപ്പെട്ട മനുഷ്യൻ ഖിന്നനാകുമ്പോ അതാ ഓടി വരുന്ന മഹാനായ സയ്യിദുനാ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, ഈ ഈത്തപ്പന മരം ഞാൻ അങ്ങേക്ക് വാങ്ങിച്ചു തരാം, പക്ഷേ അയാൾക്ക് കൊടുത്ത വാഗ്ദാനം അങ്ങ് എനിക്ക് തരുമോ? സുബ്ഹാനല്ലാഹ്. ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ ഈത്തപ്പന മരം എന്ത് വില കൊടുത്ത് ഞാൻ അങ്ങേക്ക് വാങ്ങിച്ചു തരാം, പക്ഷേ ഈ തോട്ടക്കാരന് കൊടുത്ത വാഗ്ദാനം എനിക്ക് തരുമോ? അതിനു പകരം സ്വർഗത്തിലെ ഈത്തപ്പന മരം എനിക്ക് തരുമോ? സഹോദരാ, സഹോദരി, വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും സ്വായത്തമാക്കിയ ലോകത്ത് ചൂണ്ടുവിരൽ കൊണ്ട് ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണ് തുടിയുരിഞ്ഞാടിയാൽ അത് മുഴുവനും നീ നഖത്തിന്റെ 4 വലിപ്പമില്ലാത്തൊരു ചിപ്പിന്റെ ഉള്ളിൽ സൂക്ഷിച്ച് ആഭാസങ്ങളും അശ്ലീലങ്ങളും കണ്ട് ഈ ആധുനിക ലോകത്തിന്റെ ആസുരതയിൽ അഭിഗമിച്ചു പോയ ആധുനിക സമൂഹത്തിന് ഇത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഇത് പടച്ചവനിലേക്കുള്ള സമർപ്പണത്തിന്റെ പ്രതീകമാണ്. എന്റെ അല്ലാഹു വാക്കുപാലിക്കുന്നവനാണെന്നുള്ള വിശ്വാസിയുടെ ഉറപ്പാണിത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അബൂബക്കറേ, ഈ ഈത്തപ്പന മരം വാങ്ങിച്ചിട്ട് ഈ സാധുവിന് കൊടുത്താൽ അയാൾക്ക് കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ സ്വർഗത്തിന് നിനക്ക് ഞാനൊരു ഈത്തപ്പന തരാം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ആ മുനാഫിക്കിനോട് ചോദിച്ചു, ഈ ഈത്തപ്പഴം നിങ്ങൾ എനിക്ക് വിൽക്കും? ഈ ഈത്തപ്പന മരം എനിക്ക് വിൽക്കുമോ? അതിന്റെ വില നിങ്ങൾക്ക് തരാൻ സ്വർഗത്തിലല്ല
ചോദിക്കുന്ന വില നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ് ഞാനിത് വിൽക്കുന്നില്ല. അബൂദർ പറഞ്ഞ് ഇല്ല ഇല്ല, ചോദിക്കുന്ന വില നിങ്ങൾക്ക് ഞാൻ തരാം. അയാൾ അവസാനം പറഞ്ഞ് തരാം, പക്ഷേ വില ഒരൽപ്പം കൂടുതലായിരിക്കും, വില കൂടുതലാണ്, തരാൻ പറ്റില്ല. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആയുസ് കൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും നിങ്ങൾക്ക് ഞാൻ തന്നാലും എന്റെ ഹബീബിന് ഈത്തപ്പന മരം വാങ്ങിച്ചു കൊടുത്തേ മതിയാവൂ. എന്റെ മുമ്പിൽ പരിഹസിക്കപ്പെടേണ്ടവനല്ല എന്റെ ഹബീബ്. എന്റെ ഹബീബിന്റെ മനസ്സിന് സന്തോഷം വരാ, എന്റെ തബീബിന്റെ മനസ്സ് കുളിരാവാൻ എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ ചെലവഴിച്ചാലും എനിക്കത് പ്രശ്നമല്ല. അയാള് പറഞ്ഞു തരാം, പക്ഷെ വില കൂടുതൽ തരേണ്ടി വരും. ഇങ്ങനെ ചില ആളുകൾ നമ്മുടെ ഇടയിലുമുണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലോട്ട് കടന്നു ചെല്ലാൻ വഴിയില്ല, ആ വഴിക്ക് വേണ്ടി പോകുമ്പോ തരാം തരില്ല എന്ന് പറയവേ മധ്യസ്ഥന്മാരിടപെട്ടിട്ടൊരു പാവപ്പെട്ടവനല്ലേ, അവനൊരു വണ്ടി കയറിപ്പോകാൻ, ഒരു ഓട്ടോറിക്ഷ കയറിപ്പോകാനുള്ള വഴി കൊടുത്തുകൂടെ? എല്ലാവരും ഇടപെട്ടാൽ പിന്നെ കൊടുക്കാതിരുന്നാൽ എങ്ങനെയാ? ഒഴിഞ്ഞു പോകാൻ കൊടുക്കാം, പക്ഷേ വില കൂടുതലാ. 3 ലക്ഷം രൂപ സെന്റിന് തരണം. 30,000 സെന്റിന് വിലയില്ലാത്ത സ്ഥലത്ത് പാവപ്പെട്ടവൻ ഗതികേട് കൊണ്ട് വാങ്ങേണ്ടി വന്നാൽ ആ സമയത്ത് സാഹചര്യം മുതലെടുത്തിട്ട് വില കയറ്റി പറയുന്ന എത്രയെത്ര ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയെ ഹബീബിന്റെ മുമ്പിലും ഇങ്ങനെ വില കയറ്റി പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവനോട് കരുണ കാണിക്കണേ, അഗതികളെ സംരക്ഷിക്കണേ. അയാള് പറഞ്ഞു, അബൂദർ ഇതിന്റെ വില എത്രയാണെന്നറിയോ? 40 ഈത്തപ്പന മരങ്ങൾ അതിന്റെ വേരോട് അത് നിൽക്കുന്ന സ്ഥലത്തോടെ നീ എനിക്ക് തന്നാൽ അതിനു പകരം നിനക്ക് ഞാൻ ഒരു ഈത്തപ്പന മരം തരാം. വില നിശ്ചയിച്ചു. എന്താ വില? ഇതുപോലെയുള്ള 40 ഈത്തപ്പന മരങ്ങൾ അതിന്റെ വേരോട് അത് നിൽക്കുന്ന സ്ഥലത്തോടെ എനിക്ക് തരണം. അറബികളുടെ ഏറ്റവും വലിയ സമ്പത്തിന്റെ നിദാനം ഒട്ടകമാണ്, സംവിധാനം ഒട്ടകവും ഈത്തപ്പനയുമാണ്. ജിയാദുബനി അബീബക്കറിന് തസാമ അലാകാനൽ മുസവ്വമത്തിൽ ഇറാബി. താളന്മാരൊക്കെ ഷായിർ ബൈത്ത് ഓതി പഠിക്കുമ്പോ ഒട്ടകത്തിന്റെ ശറബ് പറഞ്ഞിട്ട് വേവലാ വെല്ലുവിളി വിളിക്കുന്നവരുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാ 40 ഈത്തപ്പന മരങ്ങൾ അതിന്റെ വേരോട് അത് നിൽക്കുന്ന സ്ഥലത്തോട് അയാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ ഈത്തപ്പന മരം ഒരൊറ്റ ഈത്തപ്പന പകരം വാങ്ങിച്ച് എനിക്കെന്റെ റബ്ബ് സ്വർഗത്തിൽ തരുന്ന ഈത്തപ്പനം മതി എന്ന് പറഞ്ഞ് ഭീമാകാരമായ തുക കൊടുത്തത് ബാധിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇപ്പോൾ സമാധാനമായോ നബിയേ, അങ്ങേക്ക് സന്തോഷമായോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇരുചുമലുകളിലേക്ക് തന്റെ ഇരുകരമെടുത്തു വെച്ച് സന്തോഷത്തോടെ അവിടുന്ന് ചിരിച്ചപ്പോ അതാ അവിടെ നിൽക്കുന്ന പാവപ്പെട്ട ആ മനുഷ്യന് സന്തോഷമായി. പെട്ടെന്നതാ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾക്ക് ഭാരം വർദ്ധിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരം കൂടുകയാണ്. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തിറക്കി കൊടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്തിറങ്ങാനുള്ള സംഭവവും കാരണവും ഇതാണ്. നബിയോട് ഓതി കേൾപ്പിക്കുന്നു, നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى فأما من بخل واستغنى
يستغنى وكذب بالحسنى فسنيسره لليسرى. ഈ സൂറത്തുൽ ലൈലിലെ ഈ ആയത്തിറങ്ങിയത് ഈ സമയത്ത് അറാബിയുടെ ഈത്തപ്പഴത്തോട്ടത്തിലാണ്. ഖുർആൻ എത്ര മനോഹരം. വല്ലൈലി ഇദാ യഗ്ഷാ നമ്മൾ എത്രയോ പ്രാവശ്യം ഓതാറുണ്ട്. ആ സൂറത്തിലെ 6 ആയത്തുകൾ ഇറങ്ങിയത് ഈ സമയത്താണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ ഓതിയിട്ടില്ലേ ആയത്ത്? എത്രയോ പ്രാവശ്യം ഓതിയിട്ടുണ്ട്. ഉസ്താദ് എത്ര പ്രാവശ്യം ഇശായിക്ക് ഓതിയിട്ടുണ്ട്. ഖത്തീബ് ഉസ്താദ് ആരാ ഇവിടുത്തെ? ഉസ്താദ് എത്ര പ്രാവശ്യം ഓതിയിട്ടുണ്ട്. ഈണത്തോടെ ഇമ്പത്തോടെ നമ്മൾ പുറകിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് വിശന്നപ്പോ മുറ്റത്ത് വീണ ആരാണ്ട് ഈത്തപ്പഴം നിന്ന് വിശപ്പടക്കാൻ പോയപ്പോ അവന്റെ തൊണ്ടക്കുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് മുതലാളി ഈത്തപ്പഴം കുത്തിയെടുത്തിട്ട് ഒരു പിതാവ് കണ്ണീരോടെ ഹബീബിന്റെ മുറ്റത്ത് ചെന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്ന് എത്ര മുഅ്മിനീങ്ങൾക്കറിയാം. ആരാണോ കൊടുത്തത്, ആരാണോ എന്തായത്തിന് മഴ പെയ്യുന്ന മഴ പെയ്യുന്നുണ്ട് ഇല്ല ഇല്ല. യായത്തിന്റെ അർത്ഥം എന്താ? വഴുത് കഴിഞ്ഞു പോകുമ്പോ എന്തേലും പഠിക്കണ്ടേ? ഒരാള് കൊടുത്താൽ എന്ത് കൊടുത്താൽ എന്ത് കൊടുത്താൽ എന്ത് കൊടുക്കാം? എന്താണ് കൊടുക്കേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. നെഹ്വില് പറയും, മഫ്ഊലിനെ പറഞ്ഞിട്ടില്ല. പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. എന്തും കൊടുക്കാം. പണം കൊടുക്കാം, പൈസ കൊടുക്കാം, സ്വർണം കൊടുക്കാം, വെള്ളി കൊടുക്കാം, ആട്ടുംകുട്ടിയെ കൊടുക്കാം, പശുവിനെ കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. കൈ കിടക്കണ വാച്ചൂരി കൊടുക്കാം. ഒരാൾ കൊടുത്താൽ ധാരാളം മുദരിസീങ്ങളുണ്ട്, മുത്തല്ലിമീങ്ങളുണ്ട്. മഫ്ഊലിനെ പറഞ്ഞില്ലെങ്കിൽ ഉമൂമിനെ ഫൈദ വെപ്പിക്കുന്നുണ്ട്. മഫ്ഊലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്തും കൊടുക്കാമെന്നാണ്. അങ്ങനെ നിയമമുണ്ട് അല്ലെ? അങ്ങനെ നിയമമുണ്ട്. അതൊക്കെ അൽഫിയയിൽ പഠിപ്പിക്കും. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് സ്വർഗം കൊടുക്കട്ടെ. ഒന്നാം ദർസിൽ ഇവിടെ ദർസില്ല ഉണ്ട്. ധാരാളം ദർസുകൾ. ഒരു 10 വർഷം ദർസെടുത്ത മുദരിസിന് കിട്ടണ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ? എന്താ? മാറാത്ത നടുവേദന. സുബൈക്ക് എഴുന്നേറ്റ് ഭിത്തിമേ ചാരി എന്ന് വൈകുന്നേരം വരെ ദറസെടുത്താല് 10 വർഷം കൃത്യമായി ദറസെടുത്ത മുദരിസിന് കിട്ടണത് ഏറ്റവും വലിയ സൗഭാഗ്യം മാറാത്ത നടുവേദനയാണ്. ചമ്രം പടിഞ്ഞിരുന്ന് ഇങ്ങനെ ഇരുന്ന് മക്കളെ പഠിപ്പിക്കണം. മുത്തല്ലിമീങ്ങളെ ഒരാൾക്ക് തുഹഫ, അടുത്തയാൾക്ക് അൽഫിയ, അടുത്തയാൾക്ക് ഖത്റണ്ണ, പിന്നെ ഒരാൾക്ക് ജമ്മൽ ജവാമി, അപ്പതാ വരുന്ന ഉക്കിലിദീസ്, പിന്നെ തശ്രീഉൽ അഫ്ലാഖ്. ഇങ്ങനെ വിവിധങ്ങളായ വിഷയം. ഒരു യൂണിവേഴ്സിറ്റിയിലെ PhD എടുത്ത പ്രൊഫസറിന് ഇങ്ങനെ എടുക്കാൻ പറ്റൂല. രാവിലെ ഗ്രാമർ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ മന്ദിക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ മഹാനി, അത് കഴിഞ്ഞാൽ പിന്നെ ഫിഖ്. അരമണിക്കൂറിൽ വിഷയം മാറും. ഒരിടത്താണ് അൽഫിയ. വരുന്നവർക്കെല്ലാം ഒന്നാം ദറസിലെ അൽഫിയ അത്ര രസമാണ്. ഒന്നിച്ചിരുന്ന് കുട്ടികൾ ഇങ്ങനെ ഓതിപ്പടിക്കും. എനിക്ക് ഇപ്പഴും ഈ ബൈത്ത് കാണാപ്പാടാ. കാരണം ഈ ബൈത്ത് പാടിയപ്പോഴാണ് ചന്തിക്ക് നല്ല അടി കിട്ടി. ഇങ്ങനെ ബെഞ്ചുമേ ഇരിക്കും. ഒരു ബൈത്ത് ഒരാള്, അടുത്ത ബൈത്ത് ഒരാള്, അടുത്ത അങ്ങനെ പാടണം. ഒരുത്ത നിർത്തി അടുത്ത തുടങ്ങി വേണം. 1000 ബൈത്തും കാണാതെ പഠിക്കണം. ഒന്ന് തെറ്റിയാ ബാക്കിന്ന് ചൂരലും ഒരു അടി കിട്ടും. അങ്ങനെ പഠിച്ചോണ്ടാണ് ഇപ്പോഴും അത് പാടണത്. തമ്മീസ് വന്നാൽ നെസ്ബ് ചെയ്യണം. ഇന്ദി ഋത്തുലുൻ സമന. ഇന്ദി എന്റെ കയ്യിലുണ്ട്, ഋത്തുലുൻ ഒരു റാത്തലുണ്ട്, സമനന് സമനാൽ. അങ്ങനെ തന്നെ അർത്ഥം വെക്കണം. അല്ലാഹു നമ്മുടെ ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഖുർആനിന്റെ സാരാംശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അവരാണ്. ഒരാൾ കൊടുക്കാൻ തയ്യാറായാൽ യുവാക്കളെ, യുവതികളെ കൊടുക്കണം. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ അല്ലാഹുവിന് നമ്മുടെ സമയം കൊടുക്കണം. ഒന്നും കൊടുക്കാനില്ല, എന്നും കൊടുക്കാം. ഒന്നും കൊടുക്കായി. സമയായോ? സമയം എപ്പോഴാ നിർത്തണം? എത്ര മണിക്കാ? 11. 10:30, അരമണിക്കൂർ കൂടെ. 11 മണിക്ക് നമുക്ക് പിരിയാം.
ഒരു ഇൻഷാള്ള പറയാൻ തൊട്ടായത് ഒരു അപരിചിത ഭാവത്തിന്. ഞാൻ ചളിങ്ങാട് ആരാ പറഞ്ഞ യൂസുഫാജി പറഞ്ഞ നടാട വരണല്ലോ. കബീർ ബാക്കവി ചളിങ്ങാട് നടാട വരണല്ലോ. എന്താ നടാട എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്. പക്ഷെ എനിക്ക് വലിയ ഈ തൃശ്ശൂരുകാരുടെ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം, ഞാൻ എപ്പോഴും ഞാൻ എവിടെ പോയാലും അത് കേൾക്കുമ്പോൾ ഞാൻ അപ്പോഴേക്കും തൃശ്ശൂരാണോ വീട്. അതെ, തൃശ്ശൂരുകാരുടെ ഒരു ഭാഷയ്ക്കൊരു പ്രത്യേകമാണ്. ആ ഭാഷ വേറെ ആർക്കില്ല. തൃശ്ശൂര് ഞാൻ മലപ്പുറം ഉണ്ട്, അവിടെ ഇല്ല. അവിടെ നേരെ തിരിച്ചിട്ടാണ്. തൃശ്ശൂരുകാര് ആ ഒരു ഹിമാലയത്തുള്ള ഒരു ഭാഷയുണ്ട്. എന്തേ മരണ വീട്ടിൽ പോലും ചിരിപ്പിക്കുന്ന ആളുകളാണ് തൃശ്ശൂരുകാർ. മരിച്ചു മയ്യത്ത് ഇങ്ങനെ കിടക്കാൻ കാണാൻ വേണ്ടി വന്നിട്ട് ആ മുഖത്ത് നിങ്ങൾ മറക്കുമ്പോഴേ പോയിട്ടാ അത് കണ്ടാൽ നമ്മൾ അടുത്തേക്കുന്നവര് ചിരിച്ചു. അതുപോലെ അവര് വലിയ ചായവും ചമൽക്കാരവും നേരിട്ടങ്ങ് വരും. ഇപ്പൊ തൃശ്ശൂർ ഒരു വണ്ടി ബൈക്ക് വന്ന് മറിച്ചു, യുവാവ് മരിച്ചു, ആക്സിഡന്റ് പെട്ട് മരിച്ചെടുക്കാൻ. അപ്പൊ ആ കോളിലേക്ക് ചിലപ്പോ അമ്മയായിരിക്കും വിളിക്കുക. അവിടത്തേക്ക് പെട്ട് മരിച്ച കുട്ടിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. എടുത്തിട്ട് കിടാവ് വടിയായിട്ടാ വടിയായി. നമ്മൾ സാധാരണ പറയുന്ന ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, ഇത്തിരി സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. തൃശ്ശൂരാണ് എങ്ങനെ എടുത്ത് വടിയായിട്ടാ. അങ്ങനെ കൂടുതൽ നാട്യങ്ങളൊന്നുമില്ല, പൊലിപ്പീരൊന്നുമില്ല, നേരിട്ടും കാര്യങ്ങൾ പറയാം. അപ്പൊ അവനെ ഞാൻ നടാട വരണല്ലോ, പിന്നെ നിങ്ങൾ ഇങ്ങനെ നന്ദം വിട്ടുക. അള്ളാഹു നമുക്ക് മഴ വരണം തുടച്ച്. ദൈവത്തിന്റെ അകത്ത് കസേരയുണ്ട്. ഇത് ബൈത്തുൽ മാലാണ്. ഈ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ പടച്ചോൻ ജയിപ്പിച്ചൊരു മഴയാണ്. നിങ്ങൾ വന്നിരുന്നോളി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. ഒരാൾ കൊടുത്താൽ, ആർക്കു വേണ്ടി കൊടുത്താൽ? റബ്ബിന് വേണ്ടി കൊടുത്താൽ ഒന്നും കൊടുക്കാനില്ല. എന്നാൽ നീ നിന്റെ കയ്യിൽ ഉള്ളത് കൊടുക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോ ആളുകളെല്ലാം ഹബീബിനെ ഏറ്റെടുത്തു. 2 ഭാര്യമാരുള്ളവർ ഒരാളെ തരാക്ക് ചൊല്ലിയിട്ട് ഹബീബിന് മുഹാജിരീങ്ങൾക്കും കൊടുത്തു. 2 വീടുള്ളവർ 1 വീട് ഹബീബായ നബി തങ്ങൾക്ക് കൊടുത്തു. ഈത്തപ്പഴ തോട്ടങ്ങളുള്ളവർ വക്ക വിട്ടു വന്ന എല്ലാം കൈവിട്ടിട്ട് അഗതികളെ പോലെ വന്ന മുഹാജിരീങ്ങൾക്ക് മദീനക്കാരായ പ്രമാണികൾ സർവാളുകൾ സർവ്വതും കൊടുത്തപ്പോ മഹാനായ ഞാൻ പറഞ്ഞിട്ട് എടുക്കാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് എടുക്കാം. നിങ്ങൾ പോയല്ലേ അവിടെ നിന്നോളൂ. എന്താ ഞാൻ പറഞ്ഞത്? അതും പോയല്ലോ അവിടെ ചോദിച്ചു. എന്താ പറഞ്ഞത്? എനിക്ക് മറന്നിട്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പരിശോധിച്ചാണ്. നിങ്ങളെന്താ വിചാരിച്ച് എനിക്ക് മറന്നിട്ടാന്നല്ല. മദീനക്കാരെല്ലാം കൊടുത്തു. മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത്. ആ ഭക്ഷണം കൊണ്ടുപോകുന്നത് വലിയൊരു ചെമ്പിലാണ്. നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കണ വലിയ ചെമ്പ്. ഇപ്പൊ അതും പറയാൻ പാടില്ല. അമ്മാതിരി കുഴഞ്ഞു കിടക്കണ കാലാണ് പടച്ച്. ഏതായാലും ഒരു വലിയ ഒരു പാത്രത്തിലാണ്, അത്രേ ഉള്ളൂ. കാരണം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്ന് റെക്കോർഡിങ്, അതിന്റെ കൂടെ ട്രോളുകളോട് ട്രോളുകള്. എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല. എന്ത് ട്രോൾ ചെയ്യാലും എന്ത് ട്രോൾ. പടച്ചോന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റും. വലിയ പാത്രത്തിലാണ് കൊണ്ടുവരിക. ആയിഷ ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ ആ വലിയ പാത്രം ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങളാരും പിന്നെ പട്ടിണി എന്തെന്നറിഞ്ഞിട്ടേ ഇല്ല. ചില ആളുകൾ പറയില്ലേ, ആ വീട്ടിൽ നിന്ന് ഒരു നാഴി അരി എന്റെ വീട്ടിലോട്ട് വരാൻ തുടങ്ങിയ ശേഷം പട്ടിണി എന്തെന്നറിഞ്ഞിട്ടില്ല. ഉബാദ റളിയല്ലാഹു തആല ആളെ എണ്ണിയിട്ടല്ല. ചില മഹല്ലുകളിലൊക്കെ അങ്ങനെ ആളുണ്ടാവും. ഭക്ഷണം കൊടുക്കുക 50 ആണോ? 50. ഉസ്താദെ റാത്തീബിന് എത്ര പേര്? 100 പേര്.
ആണ്ടിന് എത്ര ഭക്ഷണം വേണം? 10,000 പൊതി എന്നത് അവിടെ ഒന്നും എണ്ണം നോക്കിയിട്ടല്ല, അങ്ങനെ കൊടുക്കണതിലെ ആളുകളുണ്ടാവും. ഇവിടെ അങ്ങനെ ഉണ്ടാവും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉണ്ടാവൂലേ? ഉണ്ടാവും. എല്ലാ മഹല്ലിലും ഉണ്ടാവും. പടച്ചോൻ എല്ലാ ഒരു തുലാസിലാണ് വെച്ചത്. ഒരു മഹല്ലിലെ എല്ലാ ആളുകളും പിശുക്കന്മാരാവൂല, ഒരു മഹല്ലിലെ എല്ലാ ആളുകളും മുതലാളിമാരാവൂല. പാവപ്പെട്ടവരുണ്ടാവും, സമ്പത്തുണ്ടാവും, കൊടുക്കുന്നവരുണ്ടാവും, കൊടുക്കാത്തവരുണ്ടാവും. ഈ ഭൂമി ഒരു സന്തുലിതാവസ്ഥയിലാണ് വെച്ചിരിക്കുന്നത്. പാമ്പുണ്ടോ കീരി ഉണ്ടാവും. അതൊരു ഒരു സന്തുലിതാവസ്ഥയാണ്. പാമ്പുണ്ടോ അവിടെ കീരി ഉണ്ടാവും. അങ്ങനെയാണ് പ്രപഞ്ചം. ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ആ പാത്രത്തിൽ ഭക്ഷണം വന്നതിന് ശേഷം ഹബീബിന്റെ വീട്ടുകാർ പട്ടിണി കിടന്നിട്ടില്ല. മക്കയിൽ മുഴുവൻ പട്ടിണിയായി. അത്രമേൽ ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ഓരോരുത്തരും ഈത്തപ്പഴം കൊടുത്തു. ചില ആളുകൾ വലിയ വീടുകൾ കൊടുത്തു, ചില ആളുകൾ ഭക്ഷണം കൊടുത്തപ്പോ ആ സമയത്താണ് ഒന്നും കൊടുക്കാനില്ലാതെ മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾത്തിരക്കെല്ലാം മുടിഞ്ഞതിന് ശേഷം ഹബീബായ നബി തങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉമ്മു സലമ ഒരു പാവപ്പെട്ടവളാണ് നബിയേ. ഉമ്മു സലമയുടെ കയ്യിൽ തരാൻ പൈസയില്ല. എനിക്ക് സ്വന്തമായി ഈത്തപ്പഴത്തോട്ടങ്ങളില്ല, എനിക്ക് സ്വന്തമായി കയറി കിടക്കാൻ ഒരു വീടില്ല. അങ്ങക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ പോലും ഉമ്മു സലമയുടെ വീട്ടില് പട്ടിണി മാറിയിട്ടില്ല. പക്ഷേ ഉമ്മു സലമയുടെ കയ്യില് ആകെയുള്ള ഒരേ ഒരു സമ്പാദ്യം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പാദ്യം, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം ഞാൻ അങ്ങേക്ക് തരുന്നു നബിയേ. വഹാദാ അനസു, ഇതെന്റെ പൊന്നുമോൻ അനസാണ് യാ റസൂലല്ലാഹ്. ഇവനല്ലാതെ എനിക്കൊരു സമ്പാദ്യമില്ല. അനസാണെങ്കിലോ ഇതിനു മൂത്ത ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടവൻ മരിച്ചുപോയി. അതിനുശേഷം എനിക്ക് കിട്ടിയ പൊന്നുമോൻ അനസാണിത്. 8 വയസ്സുകാരനായ പൊന്നുമോന് ഹബീബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മു സലമയുടെ കയ്യിൽ, ഈ ഉമ്മയുടെ കയ്യിൽ എല്ലാവരും ഈത്തപ്പഴത്തോട്ടവും അലങ്കാരങ്ങളും ആഡംബരങ്ങളും ആഭരണങ്ങളും തരുമ്പോ ഉമ്മു സലമാന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു വന്ന കരളിന്റെ കഷണമായ പൊന്നുമോനെ ഹബീബിന്റെ കയ്യിലേൽപ്പിച്ച ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ. സഹോദരിമാരെ, പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. അതുകൊണ്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്, ഈ ദുനിയാവില് കിട്ടുന്നതുണ്ടോ അതെല്ലാം പടച്ചവന് വേണ്ടി കൊടുക്കാൻ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കാൻ, അവനല്ലാതെ എനിക്ക് വേറൊന്നുമില്ലെന്നുള്ള ബോധത്തോടെ അല്ലാഹുവിന് വേണ്ടി കൊടുത്താൽ കൊടുക്കുക മാത്രമല്ല, അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ചു പേടിച്ചു ജീവിക്കുകയും ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയും ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയും ചെയ്താൽ, യുവാക്കളെ, യുവതികളെ, ഈ അല്പനേരം നമ്മൾ കണ്ണുമുട്ടത് വെറുതെ ആവാതിരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സിൽ തഖ്വ തരട്ടെ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പടച്ചവനോടുള്ള സൂക്ഷ്മത വേണം. അതെത്രയുണ്ടെന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. വഖിഹ്തവാമൻ ബിൽ മുഹാസബതില്ലതി തൻഹാക തഖ്സീറൻ ജറാ വതസാഹുലാ. وقه دواما بالمحاسبة التي تنهاك تكسيرا جرى وتساهلا. എപ്പോഴും നിരന്തരമായി നീ ഒരു മുഹാസബതയ്യ. അഹമ്മദ് കബീറെ, നീ ആരാണടാ? നിന്റെ നിസ്കാരം എത്ര കൃത്യമാണടാ? നിന്റെ നോമ്പ് എത്ര കൃത്യമാണടാ? നിന്റെ ജീവിതത്തിലെ പടച്ചറപ്പിനെ സൂക്ഷിച്ചു നീ ജീവിച്ചിട്ടുണ്ടോടാ എന്ന് സ്വയം നിങ്ങൾ വിചാരണ ചെയ്തുകൊണ്ട് ഇരുന്നാൽ തൻഹാക തക്സീറൻ ജറാ വതസാഹുലാ. ഏത്
തെറ്റിൽ നിന്ന് നിങ്ങളെ തടുത്തു നിർത്താൻ, മദ്യപാനത്തിൽ നിന്ന് നിന്നെ തടഞ്ഞു നിർത്താൻ, ചൂതാട്ടത്തിൽ നിന്ന് നിന്നെ തടഞ്ഞു നിർത്താൻ, പരസ്ത്രീ സംഗമത്തിൽ നിന്ന് നിനക്ക് പ്രതിരോധം കൊടുക്കാൻ. യുവാക്കളെ വേറൊന്നും വേണ്ട, രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം മനസാക്ഷി ഒന്ന് വിരലുകൊണ്ട് ഇട്ട് വിചാരണ ചെയ്ത് ഇന്നത്തെ ദിവസം എത്ര ഹറാമ് ചെയ്തു, ഇന്നത്തെ ദിവസം എത്ര മോശത്തരങ്ങൾ ചെയ്തു, ഇന്നത്തെ ദിവസം എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്നൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ എഴുന്നേറ്റ് റബ്ബിനിക്ക് ആയുസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നലത്തേക്കാൾ മനോഹരമായിട്ട് ഇന്ന് ജീവിക്കുമെന്നും, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്നത്തേക്കാൾ മനോഹരമായി നാളെ ജീവിക്കുമെന്നും നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പഠിപ്പിച്ചെടുത്താൽ അതിനാണ് തഖ്വ എന്ന് പറയുക. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ തെറ്റിലേക്ക് പോവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പാതിരാവിന്റെ നിശ്ചിതതയിൽ മക്കക്കാര് മുസ്ലിമീങ്ങളായ സഹാബത്തിനെ ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുമ്പോ ഹിജ്റ പോയിരിക്കുകയാണ് നിബിതങ്ങളും സഹാബത്തും മദീനയിലേക്ക്. മഹാനായ മിസ്തഹിബിന് അബീ മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് അഭിനവകാലത്തിന്റെ അശ്ലീലതകളും അഭിഷപ്തകളും നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയ, ഇനി ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് കരുതിപ്പോയ അന്യപെണ്ണുമായിട്ടുള്ള സംസർഗം ഒരു സംസ്കാരമല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കുമെന്ന് കരുതുന്നവരോട് പാതിരാവിന്റെ നിശബ്ദതയിലും മക്കാ മരുഭൂമിയിൽ വിജനമായ രാത്രിയിൽ ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ടപ്പെട്ട് കിടക്കുന്ന മുസ്ലിമീങ്ങളായ യുവാക്കൾ, ചാട്ടവാറ് കൊണ്ടടിക്കുന്ന ഉമയ്യത്തും കിങ്കരന്മാരും മിസ്തഹിബിന് അബീ മിസ്തഹ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് മദീനയിൽ നിന്ന് യാത്ര ചെയ്ത് രാത്രിയാകും മക്കയുടെ താഴ്വരയിൽ വന്ന് ഒളിച്ചിരിക്കും. മക്കാ ഖുറൈശികൾ കിടന്നുറങ്ങുമ്പോ ഈ പാവപ്പെട്ട തടവുകാരായ മുസ്ലിമീങ്ങളെ കെട്ടടിച്ചു വിടുന്ന യുവാവാണ്, ധീരനായ യുവാവാണ് മിസ്തഹിബിന് അബീ മിസ്തഹ് റളിയല്ലാഹു അൻഹു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിജനമായ ഒരു രാത്രിയിൽ മരുഭൂമിയുടെ നടുവിലൂടെ പാട്ടും പതുങ്ങിയും ഇങ്ങനെ കെട്ടടിച്ചു വിടാൻ പോകുമ്പോ ആ സമയത്താണ് ഒരു പെൺകുട്ടി പാതിരാ സമയത്ത് പ്രാഥമിക ആവശ്യത്തിന് വെളിയിലിറങ്ങിയപ്പോ മിസ്തഹിന്റെ മുമ്പിൽ വന്നിപ്പെടുന്നത് ആരാണെന്നറിയാതെ മിസ്തഹ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കുമ്പോ ആ വന്ന പെൺകുട്ടി ചോദിച്ചു, അഹാദാ മിസ്തഹ്, നീ മിസ്തഹല്ലേ, നീ മിസ്തഹല്ലേ? ചോദ്യം വരുന്നത് മിസ്തഹ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയത് അനാക്കാണ്. അനാക്കെന്നറിയോ? ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്റെ പ്രണയിനിയായ തന്റെ കാമുകിയായ അനാക്കാണത് ഹബീബായ നബിതങ്ങൾ കടന്നു വരികയും വ്യഭിചാരം പാപമാണെന്ന് പഠിപ്പിക്കുകയും അല്ലാഹുവിനെയും റസൂലിനെയും പഠിപ്പിക്കുകയും ചെയ്തപ്പോ ഈമാനിൽ ഉൾക്കൊണ്ടിട്ട് കാമുകിയോട് പോലും പറയാതെ മദീനയിലേക്ക് ഹിജ്റ പോയതാ. അനാക്ക് കണ്ടുപിടിച്ചപ്പോ പറഞ്ഞു, മിസ്തഹേ, എത്ര വലിയ പ്രണയിനികളായിരുന്നു നമ്മൾ, എത്രയോ പ്രണയിച്ചവരായിരുന്നു നമ്മൾ. എന്റെ കാമുകനായിരുന്നല്ലോ നീ. നമ്മുടെ ഭാവി ജീവിതം എത്രയ്ക്ക് നമ്മൾ സ്വപ്നം കണ്ടതാണ്. എന്നോടൊരു യാത്ര പോലും പറയാതെ നീ മദീനയിലേക്ക് പോയി കളഞ്ഞല്ലോ. അതുകൊണ്ട് മിസ്തഹേ, ഇന്നത്തെ രാത്രി നീ എന്റെ കൂടെ കഴിയണം. നമ്മൾ സ്വപ്നം കണ്ടതല്ല, നമുക്കിന്ന് പ്രാവർത്തികമാക്കണമെന്ന് അനാക്ക് വിളിച്ചപ്പോ മിസ്തഹ് പറഞ്ഞു, ഇല്ല ഇല്ല, അന മുസ്ലിം, ഞാനിപ്പം മുസ്ലിമാണ്, ഞാൻ എന്റെ ഹബീബിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എന്റെ ഹബീബിന്റെ അനുരാഗിയാണ്, എനിക്കതിന് സാധ്യമല്ലെന്ന് പാതിരാവിന്റെ നിശബ്ദതയിൽ അനാക്കെന്ന സുന്ദരിപ്പെട്ട് പൂർവകാല കാമുകി വിളിച്ചപ്പോ അപ്പൊ ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഇല്ല ഇല്ല എന്ന് തടസ്സം പറയവേ അനാക്ക് പറഞ്ഞു, മിസ്തഹേ, നീ എന്റെ പാൻ പറഞ്ഞതിന് വശംബദനായി എന്റെ കിടപ്പറയിൽ വന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കൂകി വിളിച്ചിട്ട് മക്കാരെ ഉണർത്തും, അവര് നിന്നെ കൊന്നിട്ടാടെ ഇടുമെന്ന് പറയവേ മിസ്തഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാക്കേ, നീ കൂകി വിളിച്ചിട്ട് ഈ മക്കാര് എഴുന്നേറ്റ് വന്ന് അവരുടെ വാളുകളും കുന്തങ്ങളും എന്റെ ശരീരത്തിൽ തുളച്ചു കയറി ഈ മരുഭൂമിയിൽ കിടന്ന് പെടഞ്ഞ് ഞാൻ മരിച്ചാലും നീ പറഞ്ഞ പടച്ചറപ്പിനിഷ്ടപ്പെടാത്ത
ഇതിലേക്ക് വരാൻ മിസ്തക തയ്യാറല്ല. എനിക്ക് ഈ മരണത്തെക്കാൾ നീ പറഞ്ഞതിനേക്കാൾ എനിക്കിഷ്ടം പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ട് ജീവിക്കല. സുലൈഖയുടെ കൊട്ടാരത്തിന്റെ കരിങ്കൽ കൊട്ടാരത്തിന്റെ കനൽ ഭിത്തികൾ പടച്ചവനെ, സുലൈഖയും ഈ പെണ്ണുങ്ങളും വിളിക്കുന്ന വ്യഭിചാരത്തിന് അടിമപ്പെടുന്നതിനേക്കാൾ എനിക്ക് ഈ തടവറയിലെ ജയിലാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ നിസ്തകറിയാകുന്നു മരുഭൂമിയിലെ യൂസുഫായി. നിരാശ ബാധിച്ച അനാക്ക് കൂകി വിളിച്ചു. മക്കക്കാര് ചാടിയെടുന്നേറ്റു. ചരിത്രം പറയാൻ സമയമില്ല. നിസ്തകറിയാകുന്നു പറയാണ് തിരിച്ചോടണോ. ഈത്തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ട യുവാക്കൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് ഞാൻ ഓടിച്ചെന്ന് കഴിയുന്നിടത്തോളം ആളുകളുടെ കെട്ടുകൾ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് ഞാൻ പിടിപെറിഞ്ഞു. മക്കക്കാരന്റെ തൊട്ടടുത്തെത്തിയപ്പോ ഞാൻ ഓടാൻ തുടങ്ങി. അവരെന്റെ പുറകെ ഓടുകയാണ്. അനാക്ക് പറഞ്ഞു, നിന്റെ തടവുകാര് ഇത്രയും നാള് കെട്ടടിച്ചത് മിസ്തഹാണ്. മക്കക്കാര് കുന്തങ്ങളും വാളുകളുമായി എന്റെ പുറകെ ഓടുന്നത് ഞാൻ കണ്ടു. ഓടി 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 തളർന്നപ്പോ ഞാനൊരു ഗുഹയുടെ ഉള്ളിലോട്ട് കയറിയിരുന്നു. എനിക്ക് മനസ്സിലായി മക്കക്കാരന്റെ തൊട്ടു മുമ്പിൽ അവരുടെ പിടിവാളുമായി വന്നു നിൽക്കവേ ഞാൻ വധിക്കപ്പെട്ടു എന്ന് ഞാൻ ഉറപ്പിച്ചപ്പോ മിസ്തഹ്റദിയല്ലാഹു അൻഹു പറയാണ്, അവരെന്റെ തൊട്ടു മുമ്പിലുണ്ട്, പക്ഷേ അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. കണ്ണു തുറന്നവരുടെ കൺമുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. അവര് പരസ്പരം പൊറുപൊറുക്കാൻ തുടങ്ങി. ഇത്ര നേരം നമ്മുടെ മുമ്പിലോടി അവൻ എവിടെ പോയി? നിരാശ കാരണത്താൽ അവരാ ഗുഹയുടെ അകത്തിരിക്കുന്ന എന്റെ മുമ്പിലേക്ക് അവര് മൂത്രമൊഴിച്ചു. അവരുടെ മൂത്രത്തുള്ളികൾ എന്നെ മുമ്പിൽ വന്ന് വീഴുന്നത് ഞാൻ കണ്ടു, പക്ഷേ അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. എന്റെയും അവരുടെയും ഇടയിൽ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ട വടിയിൽ സമർപ്പണത്തിന്റെ ജീവിതം തടഞ്ഞപ്പോ ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു സുന്ദരി പെണ്ണ് വ്യഭിചാരത്തിന് വിളിച്ചപ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാന്ന് പറഞ്ഞു ഓടിപ്പോയ യുവാവിന് പടച്ചവന്റെ സംരക്ഷണത്തിന്റെ വലയമുണ്ടായില്ലേ? പട്ടാളക്കാരുടെ മുമ്പിൽ അവൻ അപ്രത്യക്ഷനായില്ലേ? ആധുനിക മുസ്ലിം യുവതയോട് എന്തേ നമുക്കിതൊന്നും പാഠ്യവിഷയമാകുന്നില്ല, പഠന വിഷയമാകുന്നില്ല? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ അവിടെ നിന്ന് ഓടി 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 മദീനയിലേക്ക് എത്തിയപ്പോ പറയാ, ഞാനിങ്ങനെ മദീനയിലേക്ക് 400 കിലോമീറ്റർ നടന്നു പോകണം. ആ നടത്തത്തിന്റെ ഇടയിൽ ഈ സംഭവമൊക്കെ ഞാൻ ഇങ്ങനെ അയവിറക്കി നടന്നു. അപ്പോഴാണ് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നത്, പടച്ചവനെ, അനാഖന്റെ പഴയകാല കാമുകയാണല്ലോ. മക്കയിലൂടെ തോളുരുമ്മി നടന്ന് ഞങ്ങൾ എത്ര പ്രണയം പങ്കുവച്ചതാ. അനാഖിനെ അവളൊരാഗ്രഹത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോ ഞാൻ അവളെ തട്ടിക്കളഞ്ഞല്ലോ. അനാഖിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. ആ പഴയകാല പ്രണയം എന്റെ മനസ്സിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രണയങ്ങൾ, പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് ഏതെങ്കിലും കല്യാണ സദസ്സിൽ പഴയകാല കാമുകിയെ കണ്ടുമുട്ടിയാൽ ഉള്ളിലറിയാതെ അനുരാഗത്തിന്റെ അനുരണനങ്ങൾ മെല്ലെ ഒന്ന് സ്മൃതി പദത്തിലോട്ട് കടന്നു വരുമല്ലോ. എന്റെ മനസ്സിൽ ചിന്തയായി, പാവം അനാക്ക്, എനിക്ക് അവളെ അറിയാം, അവള് പാവമാണ്. നിരാശ കൊണ്ടവരള് വിളിച്ചു കൂവിയതാണ്. ഞാൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ പോയിട്ട് ഈ സംഭവമൊക്കെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മിസ്തഹേ, അല്ലാഹുവിന്റെ കാവലാണ് നിനക്ക് കിട്ടിയത്. എല്ലാം പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അനാക്കിനെ ഒന്ന് കല്യാണം കഴിക്കാൻ കഴിയുമോ നബിയേ? പഴയ കാമുകിയാണ്, പറ്റുമോ നബിയേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? അത് ഉറങ്ങാണ്. അപ്പോഴാണ്, ആ സമയത്താണ് ഹബീബിന്റെ നെറ്റിത്തടം വിയർത്തത്. ഞാൻ ചരിത്രം മാത്രം പറയില്ല, ഇനി ആയത്തോതുമ്പോ ഈ സംഭവം ഓർമ്മ വരണം.
ഹബീബിന്റെ നെറ്റിത്തടം ഉയർത്തു. ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി സൂറത്തു നൂറിന്റെ ആയത്ത് അവതരിപ്പിച്ചു. നബിയെ പറഞ്ഞു കൊടുക്ക് നബിയെ, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികാ വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുരിമ ذلك على المؤمنين. അസാനി ഒരു വ്യഭിചാരി, ലാ യൻകിഹുഹാ ഇല്ലാ സാനിയതൻ വേറൊരു വ്യഭിചാരി അല്ലാതെ കല്യാണം കഴിക്കൂല. സൂറത്തു നൂർ. ഞാനീ പറയണ മുഴുവൻ വെറും കെട്ടുകഥയല്ല. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ഖുർആൻ ഒരു കാര്യം ലാ റൈബ ഫീ, അതല്ലേ ആദ്യം തന്നെ നീ ഓദിക്കോ. ഇനി പറയാൻ പോണതൊക്കെ വലിയ കഥകളാണ്. ദാലിക്കൽ കിതാബ് അലിഫ് ലാം മീം. അർത്ഥം എനിക്കറിഞ്ഞൂടാ റബ്ബേ, ഞാൻ വേറൊരു അറിവില്ലാത്തവനാണ്, എനിക്കൊരു അറിവില്ല. അലിഫ് ലാം മീം 3 അക്ഷരത്തിന് അല്ലാഹു അഅലമു ബി മുറാദിഹി ബിദാലിക്, എനിക്കറിയില്ല റബ്ബേ. കിതാബ്, ഈ വേദഗ്രന്ഥം, ലാ റൈബ ഫീ, അതിലെന്ത് പറഞ്ഞാലും പിന്നെ സംശയത്തിന് അടിസ്ഥാനമില്ല. സംശയത്തിന് അടിസ്ഥാനമേ ഇല്ല. അസ്സാനി ഒരു വ്യഭിചാരി, അവൻ കല്യാണം കഴിക്കേണ്ടത് ലാ യൻകിഹുഹാ ഇല്ലാ സാനിയ, വേറൊരു വ്യഭിചരിച്ച പെണ്ണിനെ അവന് കിട്ടുകയുള്ളൂ. വസ്സാനിയതു വ്യഭിചാരിണിയായി നടക്കുന്ന പെണ്ണ്, ലാ യൻകിഹുഹാ ഇല്ലാ സാനിന് വേറൊരു വ്യഭിചാരിയെ അവക്ക് ചേരുവുള്ളൂ. നല്ലവർ പോയി കെട്ടവരെ കല്യാണം കഴിക്കരുത്. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, ഈമാനുള്ള വിശ്വാസികൾക്ക് അല്ലാഹു ഇത് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മിസ്തഹേ, അനാക്ക് നിനക്ക് ചേർന്ന പെണ്ണല്ല, നീ സാലിഹായ ചെറുപ്പക്കാരനാണ്, അനാക്ക് വ്യഭിചാരിണിയാണ്, അതുകൊണ്ട് നിനക്കത് വേണ്ട മിസ്തഹേ, വേണ്ട. ആയത്ത് ഹബീബായ നബി തങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോ മിസ്തഹ് ബിൻ ഹബീബ് മിസ്തഹ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയാ. ഹദ്ദാദിൽ ഓതണത് ചുമ്മാ ഉമ്മാക്കി പരിപാടിയൊന്നുമല്ല. നീ ഓതണ്ട അവിടെ എന്ന് പറയുന്ന ആളുകളോട് പറയണം, ഹദ്ദാദ് ഓതണ എന്നാണ്. ഇതൊക്കെ ഓർമ്മ വന്നിട്ട് മനസ്സിൽ ഉറക്കാനാണ്. സഹാബത്ത് പറഞ്ഞ വാക്കാണ്. നബിയെ, പള്ളിക്കലെ ഉസ്താദ് പറഞ്ഞു അവള് വ്യഭിചാരിണിയാണ്, നീ സാലിഹായ കുട്ടിയാണ്, പറ്റൂലാട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല ഉസ്താദെ, ഞാൻ അവക്ക് വാക്കുകൊടുത്തു, ഇനി അത് ഒഴിവാക്കാൻ പറ്റൂല. മിസ്തഹേ, നിനക്കിത് വേണ്ട കേട്ടോ, പടച്ചോന് ഇഷ്ടമല്ല നബിയെ. റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ എന്റെ റബ്ബിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു, എന്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റളീതു ബില്ലാഹി റബ്ബ, എനിക്ക് എന്റെ റബ്ബ് മതി. വബിൽ ഇസ്ലാമി ദീന, എന്റെ ദീൻ ഇസ്ലാമാണ്, അതിന്റെ മുകളിലേക്ക് എനിക്കൊന്നും വേണ്ട. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയ, എന്റെ ഹബീബായ നബി തങ്ങൾ മതി എനിക്ക് റസൂലായി, എനിക്ക് ഹബീബായി, എനിക്ക് തബീബായി, എനിക്ക് കാവലായി, എനിക്ക് കരുതലായി, എന്റെ അനുരാഗമായി, എന്റെ സമർപ്പണമായി, എന്റെ സർവസ്വമായി, എന്റെ സർവ്വതുമായി, സർവാദി ലോകത്തിൽ എനിക്ക് കിട്ടിയതിനേക്കാൾ വലുതായി എനിക്ക് എന്റെ ഹബീബ് മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ കൊടുത്തു, പടച്ചോനെ പേടിച്ച്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2 കാര്യം. മൂന്നാമത്തെ കാര്യം ഇതാ പടച്ചോനുള്ള വിശ്വാസം. സ്വർഗത്തിന് വേണ്ടി അവൻ സദക്ക ചെയ്യുകയും ചെയ്തു. നന്മയ്ക്ക് വേണ്ടി സദക്ക ചെയ്തു. ഏറ്റവും വലിയ നന്മയാരാ? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഏറ്റവും വലിയ നന്മ സ്വർഗ്ഗമാണ്. അവൻ സ്വർഗത്തിന് വേണ്ടി സദക്ക ചെയ്തു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റുമായിട്ട് നമ്മുടെ സംഘാടകർ വേണം. ചെയ്യണ സദക്ക
അബൂദർ റളിയല്ലാഹു അൻഹു കൊടുത്തതുപോലെ വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും വലിയ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. 40 ഈത്തപ്പന മരം വേരോടെ ആ സ്ഥലത്തോടെ വേണമെന്ന് പറഞ്ഞപ്പെടും. എന്റെ ഹബീബിന് വേണ്ടിയാണോ, എന്റെ റബ്ബിന് വേണ്ടിയാണോ ഞാൻ തരാമെന്ന് പറഞ്ഞ അബൂദർ റളിയല്ലാഹു അൻഹു. എടാ കുഞ്ഞുങ്ങൾ പോയാ കണങ്ങി പോയാ അക്കട ആങ്ങളെ വരി, അക്കട ആങ്ങളെ എവിടെ പോയി? മാഷാ അല്ലാഹ്. ഓ ഇതുകൊണ്ടാ അങ്ങോട്ട് അവിടെ അവിടെ ആചാരോടൊന്ന് ബിസ്മി പറഞ്ഞിടാൻ പറയും. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. മുസല്ലല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗികളാണെങ്കിൽ നീ രോഗത്തിന് നീ ശിഫ നൽകണേ തമ്പുരാനെ. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ എന്തെങ്കിലും പ്രയാസമുള്ളവരാണെങ്കിൽ അവരുടെ സദഖ കൊണ്ട് നീ അത് മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വസദ്ദഖ ബിൽ ഹുസ്നാ, നന്മയ്ക്ക് വേണ്ടി സദഖ ചെയ്യുകയും ചെയ്താൽ വസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവനെ ഞാൻ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിലെത്തിക്കട്ടെ. രണ്ടാമതൊരു വിഭാഗം ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ, ഈ ആയത്ത് കിടക്കാൻ അത് മാത്രം കേട്ടാ പോരെ. ഇതും കൂടെ ഈ 6 ആയത്താണ് ഒന്നിച്ചിറങ്ങിയത്. ആരെങ്കിലും ലുബ്ധത കാണിച്ചാൽ എന്റെ സമ്പത്ത് എനിക്കുള്ളതാണ്, അതെന്റെ ഭാര്യക്കും മക്കൾക്കുമുള്ളതാണ്, ഞാൻ പള്ളിക്ക് കൊടുക്കില്ല, മദ്രസയ്ക്ക് കൊടുക്കില്ല, ഒരാൾക്കും ഞാൻ കൊടുക്കില്ല, എന്റെ സമ്പത്ത് എന്നെ രക്ഷിക്കുമെന്ന് തീരുമാനിച്ച ഒരാള് ജീവിച്ചാൽ ഇതിനു പകരം ഇവിടെ കൊടുത്താൽ സ്വർഗത്തിൽ പകരം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനെ കളിവാക്കുകയും ചെയ്താൽ, ആ തോട്ടത്തിന്റെ ഉടമയ്ക്കിടയ്ക്കെതിരെ ഇറങ്ങിയ ആയത്താണിത്. എനിക്ക് സ്വർഗത്തിലെ ഈത്തപ്പന വേണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളെ കുറിച്ചാണ് ഈ ആയത്ത്. വകദ്ദബ ബിൽ ഹുസ്ന, സ്വർഗത്തിൽ കിട്ടാമെന്ന് പറഞ്ഞിട്ട് അത് കളവാക്കുകയും ചെയ്താൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവന് നരകത്തിലേക്കുള്ള വഴി ഞാൻ എളുപ്പമാക്കി കൊടുക്കും. അവൻ പോകുന്നത് നരകത്തിലേക്കാണ്. ആ നരകം അവന്റെ ആസന്നമായ മടക്ക സ്ഥാനമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്നത്, ഒരായത്ത് പഠിക്കുന്നത്, അതിന്റെ പുറകെ മുഴുവനും നമ്മുടെ ചുരുളഴിച്ച് ഒരായത്തിന്റെ പുറകെ പോയി. രണ്ടാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴേലും കാണുമ്പോൾ പറയാം. അങ്ങനെ പോകുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. പറഞ്ഞു പോണതിലല്ല, എന്റെ സമ്പത്ത് എനിക്ക് മതി. ലുബ്ധത കാണിക്കുക, വസ്തഗിന, എന്നിട്ട് എന്റെ സമ്പത്ത് എനിക്ക് മതി എന്ന് കരുതുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് നമുക്ക് സ്വന്തമാണോ? അല്ല. നമുക്കുള്ളതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ ജനനം നമുക്ക് സ്വന്തമാണോ? ആരോ നമ്മളെ ജനിപ്പിച്ചതാണ്. നമ്മുടെ മരണം, നമുക്കൊരു പേരുണ്ട്, ആ പേര് നമ്മുടെ സ്വന്തമാണോ?
ആരോ നമുക്ക് ഇട്ട് തന്നതാണ്. ഇനി ഒരു ദിവസം പോകും, അന്നൊരു വസ്ത്രം തരും. ആ വസ്ത്രം നമ്മുടെ സ്വന്തമാണോ? ആരോ നമുക്ക് പൊതിഞ്ഞു തന്നതാണ്. ഇനി നമുക്കൊരു വാഹനം വരും, ആ വാഹനം നമ്മുടെ സ്വന്തമാണോ? അല്ല, ആരോ നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ആരുടെയോ കരുണയാൽ പൊതിഞ്ഞ വെള്ളത്തുണിയും പൊതിഞ്ഞ് ആരുടെയോ ചുമലിലേറി ഏതോ 6 അടി മണ്ണിലേക്കുള്ള യാത്രയിൽ നാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നാം ഇങ്ങനെ പോവുകയാണ്. ആ പോക്കിന്റെ ഇടയിൽ നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ആകെയുള്ളത് ഈ പറയുന്ന നന്മകൾ, ഈ കേൾക്കുന്ന നന്മകൾ, നാം പ്രവർത്തിക്കുന്ന നന്മകൾ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഇത് കേൾക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത്തക പുത്തക 4 കാല്, അവൻ താനെ നടക്കിലോ 2 കാല്, ഉച്ചി വെളുക്കിലോ 3 കാല്, അവൻ ഊരുക്ക് പോകിലോ 10 കാല്. ഗുണംകുടി മസ്താൻ എന്നൊരു വലിയ ഉണ്ടായിരുന്നു. ഇതുപോലെ നാടുകൾക്ക് സുഹൃതമായി അടക്കപ്പെടുന്ന മഹാന്മാർ. ഗുണംകുടി മസ്താൻ, ഇത് തമിഴ്നാട്ടുകാരനാണ്, കീളക്കരക്കാരനാണ്. അദ്ദേഹം പാടിയ പാട്ടൻ ഗുണംകുടി മസ്താനെ കേട്ടിട്ടില്ലേ? ഇല്ലേ? ഗുണംകുടി മസ്താനെ കേട്ടിട്ടില്ല? തമിഴ്നാട് കീളക്കര, ആ പ്രദേശത്ത് ധാരാളം ഔലിയാക്കളുള്ള സ്ഥലമാണ് ഈ തമിഴ്നാട്. നമ്മൾ ഉദ്ദേശിക്കണ മാതിരിയല്ല. നമ്മൾ മാത്രം വലിയ ആളുകളാണ് നമ്മൾ കരുതണ്ട. ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് പോയ 100 കണക്കിന് ആളുകളെ കാണാം. ഗുണംകുടി മസ്താന്റെ പാട്ടാൻ ഷുജായി മൊയ്ത് മുസ്ലിയാര്, ഷുജായി മുഹമ്മദ് മുസ്ലിയാര്, സഫലമാലയുടെ കർത്താവ്. കേട്ടിട്ടില്ലേ സഫലമാല? സഫലമാല കേട്ടിട്ടില്ലേ? സഫലമാല കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. സഫലമാലയൊക്കെ എഴുതിയ ആളുകളുടെ അവരുടെ ഒക്കെ ഒരു ഇൽമിനെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഫൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട, ഒറൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട. പണ്ട് ഞാൻ പഠിച്ച മറന്നു. കൊറോണ ഒക്കെ വന്നപ്പോ അത് തന്നെ മറന്നേ. മുമ്പൊരു വരിയുണ്ട് പോലെ. ഫൊട്ടാ നീ മുൻതുള്ളി ഫിഞ്ചോരക്കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട, റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട, പറ നിന്തുടൽക്കെന്ത് ബഹുമാനം ഫൊട്ട, പന്തം തെളിച്ചാൽ ഫജറാമ ഫൊട്ട, പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം തെളിച്ചാൽ ഫജറാമ പൊട്ട, നട്ടാൽ പുൽ നെല്ല് വിളയൂമ പൊട്ട, നാരായം വിട്ടാസു ചുറ്റൂമ പൊട്ട. എടാ പച്ചപ്പൊട്ട. സഫലമാലയിൽ ഫൊട്ട എന്നാണ്, പായില്ല, ഫായാണ്. ഫൊട്ട ഫൊട്ട. നമ്മുടെ ഈ ലക്ഷദ്വീപിൽ പോയ പാ പറയില്ല, ഒരു ഫായ പറയും. ഞാനൊരു ലക്ഷദ്വീപ് ഒരു കുട്ടി വരും സ്കൂൾ വിട്ട്. ഞാൻ ചോദിച്ചു, മോനെ ഇന്ന് എന്തായിരുന്നു സ്കൂൾ? അപ്പൊ ഫയർ ഫുളുങ്ങിയത്. അവൻ പറഞ്ഞ ഫയർ ഫുളുങ്ങിയതാണെന്ന്. ഫയർ പുഴുങ്ങിയെന്ന് ലക്ഷദ്വീപ് വരെ ഫയർ ഫുളുങ്ങിയതാന്ന് പറയും. സഫലമാലെ ഫായാണ്. ഫൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോര കട്ട. എടാ പൊട്ട, പച്ചപ്പൊട്ട, നീ നെഞ്ചും പിടിച്ച് എവിടെ നടക്കാനാണ്? നീ ഒരു തുള്ളി ഉപ്പാന്റെ മുതുകിന്ന് വന്ന് ഇന്ദ്രിയ തുള്ളിയാണ്. പിന്നീന്ന് കാട്ടം ചുമന്നൊരു കൊട്ട. ഈ ഉടല് മുഴുവനെ കാട്ടവും ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റാണ് നീ. നീ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കുക? റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട. ഈ പെരുന്തടിയെന്ന് റൂഹങ്ങട് പോയാൽ നിന്നെ നീ എവിടെയോ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ആരാന്റെ കാരുണ്യത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ മാത്രം പറ്റുന്ന ഒരു ജഡമാണ് നീ. പറ നിന്റെ ഉടൽക്ക് എന്ത് ബഹുമാനം ഫൊട്ട. തടിയെന്ന് റൂഹ് പോയാൽ പിന്നെ നിന്നെ ആരാടാ ബഹുമാനിക്ക? നിന്നെ ആരാ ബഹുമാനിക്ക? മക്കള് ചോദിക്കും, മയ്യത്തെടുക്കാറായില്ല. വാപ്പാനെ എടുക്കാറായി എന്നല്ല, മയ്യത്തെടുക്കാറായില്ല. ഇനി വെച്ചാ വാപ്പ നാറും. നിന്നെ ആര് ബഹുമാനിക്കാൻ? അതുകൊണ്ട് പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട. പകല് കണ്ണടച്ചിട്ട് പിടിച്ചെടുത്ത ഇരുട്ടാവോ? പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട. ശുചായി ചോദിക്കാണ്, പകല് കണ്ണടച്ചാൽ ഇരുട്ടാവോ? പന്തം തെളിച്ചാൽ ഫജറാമ പൊട്ട. രാത്രിയിൽ പന്തം കൊളുത്തി പിടിച്ച പകല് വരുവോ? നട്ടാൽ ഫുൽ നെല്ല് വിളയുമോ പൊട്ട. പാടത്ത് കൊണ്ടുപോയി പുല്ല് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് നെല്ല് വരട്ടെ എന്ന് പറഞ്ഞാൽ നെല്ല് വരുമോ? നട്ടാൽ ഫുൽ നെല്ല് വിളയുമോ പൊട്ട. പാടത്ത് പുല്ല് നട്ടിട്ട് നെല്ല് വരാൻ പറഞ്ഞാൽ വരുമോ?
ഇത് ഖുർആൻ പറഞ്ഞാണ് വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദ. എന്നിട്ട് ചോദിക്കാൻ നാരായം വിട്ടാസ് ചുറ്റുമോ ഫൊട്ട. ഈ നാരായ എഴുതണ ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല് വിട്ടിട്ട് നാരായത്തിന് ചുറ്റാൻ പറ്റുമോ? അതുകൊണ്ട് നിന്റെ റൂഹ് പോയാ പിന്നെ നീ ഒന്നുമല്ല. ഞാൻ നിർത്തുകയാണ്, സമയം വൈകി. അതുകൊണ്ട് സ്വയം അഹങ്കരിക്കാതെ, ഇത് ശുജായിയുടെ മൊയ്തുമാല സഫലമാല. ഗുണംകുടി മുസ്താൻ ചോദിച്ചു, അത്തക പുത്തക 4 കാല്, അവന് താനെ നടക്കിലോ 2 കാല്, ഉച്ചി വെളുക്കിലോ 3 കാല്, അവൻ ഊരുക്ക് പോകിലോ 10 കാല്. ഉമ്മാന്റെ ഗർഭാശയത്തിന്ന് ജനിച്ച ഉടനെ നീ ഭൂമിയിൽ അത്താ പൊത്തോ എന്നും പറഞ്ഞ് 4 കാലിൽ വീഴുന്ന ഒരാളായിരുന്നല്ലോ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോ അത്തക പുത്തക 4 കാല്, 4 കാലിലാണ് നീ നടന്നത്. 2 കൈയും 2 കാലും നിലത്ത് കുത്തി നടന്നവനാണ് നീ. താനെ നടക്കിലോ 2 കാല്. പിന്നെ ഉമ്മാന്റെ കൈ വിട്ടിട്ട് സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ 2 കാലിൽ നീ നടന്നവനല്ലയോ. അങ്ങനെ നടന്ന് വയസ്സ് 19ആയി. ഉച്ചി വെളുക്കിലോ 3 കാല്. ജനിച്ചപ്പോ 4 കാലി മുട്ടിലഴഞ്ഞു, 2 മുട്ടും 2 കാലും. കുറെ കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് 2 കാലി നിവർന്ന് നടന്ന് നെഞ്ചു പിരിച്ച്. കുറെ കഴിഞ്ഞപ്പോ ഉച്ചി വെളുക്കിലോ 3 കാല്. ഉച്ചി വെളുക്കാൻ തുടങ്ങിയപ്പോ 3 കാലായി. ഉച്ചി വെളുക്കാന്ന് പറഞ്ഞ തല നരയ്ക്കാൻ തുടങ്ങിയപ്പോ 3 കാല്. നടക്കണ 2 കാലും കുത്തിപ്പിടിച്ച വടിയൊന്ന് 3. നരവന്ന് എഴുന്നേക്കാൻ പറ്റാത്തപ്പോ നടന്ന 2ഉം കുത്തിപ്പിടിച്ച വടിയും 1 3. ഇത് ഷേക്സ്പിയറിനേക്കാൾ വലിയ തത്വമാണ്. ഷേക്സ്പിയറിന്റെ നാടകം ഉണ്ടല്ലോ ജൂലിയറ്റ് ഷേക്സ്പിയറിന്റെ കഥ. ഷേക്സ്പിയറിന്റെ കഥാപാത്രം ജൂലിയറ്റിന് 13 വയസ്സാണ് നാടകത്തിൽ. ഇപ്പോഴാണെങ്കിൽ വലിയ കേസ് വന്നത്. ഷേക്സ്പിയറിനെ അറസ്റ്റ് ചെയ്തേനെ. കാരണം ജൂലിയറ്റ് എന്ന കഥാപാത്രം നാടകത്തിൽ 13 വയസ്സേ ഉള്ളൂ കല്യാണം കഴിക്കുമ്പോൾ. ഞാൻ അതിലേക്ക് കടക്കുന്നത്. ഇപ്പോഴാണ് ഷേക്സ്പിയർ ഇരുമ്പടി കിടന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെ ഷേക്സ്പിയറിനേക്കാളും കൺഫ്യൂഷ്യസിനേക്കാളും സോളമനെക്കാളും വലിയ ചിന്തയാണ് ഗുണംകുടി മസ്താൻ പറയണത്. ഉച്ചി വെളുക്കിലോ 3 കാല്. തല നരച്ചപ്പോ പിന്നെ 2 കാലും കുത്തിപ്പിടിക്കണ വടി 1 3. അവസാനം ഊരുക്ക് പോകിലോ 10 കാല്. നിന്റെ സ്വന്തം ഊരിലേക്ക് നീ പോയപ്പോ 10 കാലിലായി പിന്നെ യാത്ര. ഊരുക്ക് പോയപ്പോ ഊരേതാ? നിന്റെ സ്വന്തം ഊരിലേക്ക് നീ യാത്ര ചെയ്തില്ല. ഊരേതാ? ഊരെന്ന് പറഞ്ഞാൽ നാട്. സ്വന്തം നാടേതാ? പള്ളിക്കാട്. പള്ളിക്കാട്ടിലേക്ക് പോയപ്പോ 10 കാല്. മയ്യത്ത് കെട്ടിലിന്റെ 6 കാലും ചുമന്നവന്റെ 2 ചുമന്നവരുടെ 4 കാലും ചേർത്ത് 10 കാലില്ലാരുടെയോ തോളിലേറി പോയവനല്ല നീ. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ വലിയ ആളായിട്ട് ജീവിക്കുക? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. 10 കാലിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഓർക്കണം നിങ്ങൾ, പള്ളിക്കാട്ടിനെന്ത് ശ്മശാനത്തിനെന്ത് നിശബ്ദതയാ. പള്ളിക്കാട്ടിൽ പോ ഒരൊച്ചയും കേൾക്കൂല. എന്താണെന്നറിയാവോ? ജീവിതത്തിൽ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊന്നും നേടാൻ കഴിയാത്ത ആളുകൾ നിരാശയോടെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. ആരും മിണ്ടണില്ല. കവി പറഞ്ഞത്, ഒത്തിരി മോഹിച്ചിട്ട് ഒരു മോഹവും നടക്കാതെ ഖബറിലേക്ക് പോയപ്പോ നിശബ്ദമായിട്ട് കിടക്കണ നിശബ്ദതയാണത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും ഭീകരമായ കാഴ്ച നേരിട്ട് കണ്ടിട്ടും മുമ്പിലൂടെ നടന്നു പോണവനോട് ആ ഭീകരമായ കാഴ്ച ഒന്ന് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും പറയാൻ കഴിയാതെ നിശബ്ദരായി നിൽക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. എവിടെയാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും ഭീകരമായ കാഴ്ച കണ്ടിട്ട് മുമ്പിലൂടെ പോണവനോട് എടാ ഇവിടെ ഇതാ നടക്കണേന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നാവില്ലാത്ത കൊണ്ട് മിണ്ടാതെ കിടക്കണ കുറെ ആളുകളുണ്ട് ഇവിടെ. എവിടെ? ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ലോകത്തിലെ ഏറ്റവും ഭീകരമായ കാഴ്ച കണ്ടത് ഖബർസ്ഥാനിന്റെ മുകളിൽ മരിക്കുന്ന നേരത്ത് ഖബറടക്കുമ്പോ നമ്മൾ വെച്ച മൈലാഞ്ചി ചെടി, ആ മൈലാഞ്ചി ചെടിയുടെ വേരുകള് ഖബറിലേക്ക് താഴ്ന്നിറങ്ങിയപ്പോ ആ ചെടിയുടെ വേരുകളാണ് ഖബറിന്റെ ഉള്ളിലെ കാഴ്ച കണ്ടത്. മലക്കുകളെ കണ്ടത്. മൻ റബ്ബുക വമൻ നബിയുക ചോദ്യം കേട്ടത്. കയ്യിലുള്ള തണ്ടുകൊണ്ട് അടിക്കുന്നത്, വാരിയല് പൊട്ടുന്നത്, ഇതെല്ലാം നേരിട്ട് കണ്ടത് ഖബർസ്ഥാനിലെ മൈലാഞ്ചി ചെടിയുടെ വേരുകളാണ്. ആ വേരുകൾ
മണ്ണിലൂടെ ഊർന്ന് താഴോട്ടിറങ്ങിയപ്പോ ഈ കബറിന്റെ ഉള്ളിലെ ഭീകരദൃശ്യങ്ങൾ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിയുടെ വേര് കണ്ടതുപോലെ ആരും കണ്ടിട്ടില്ല. വെള്ളിയാഴ്ച ചളിങ്ങാട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ ഉപ്പാന്റെ കബറിന്റെ അടുക്കല് പോയി നിൽക്കുമ്പോ കൂട്ടുകാരന്റെ കബറ് സിയാറത്ത് കഴിയുമ്പോ മൈലാഞ്ചി ചെടികൾക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. മോനെ, ഇവിടെ നടക്കുന്നതൊക്കെ ഇങ്ങനെയാണ്, പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണേ, ഞാനിതൊക്കെ കണ്ടതാണ്, ഭീകരമാണ് എന്ന് പറയാൻ മൈലാഞ്ചി ചെടികളെ വേരുകൾക്ക് കൊതിയുണ്ട്. പക്ഷേ അവർക്ക് പറയാനാവില്ലല്ലോ. എന്നാലും അവര് പറയുന്നുണ്ട്, അവരുടെ ഭാഷ മനുഷ്യനറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൈകളിൽ ഉണ്ടാവണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആകെയുള്ളത് നമ്മൾ ചെയ്ത സദഖകൾ, നമ്മൾ ചെയ്ത സ്വലാത്തുകൾ, നമ്മൾ ഓതിയ ദിക്റുകൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് കടക്കാം.